ഹരി ഓം. എല്ലാ സാധകർക്കും മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസമാണ്, രാമായണ മാസം. നമ്മളെല്ലാവരും രാമായണം പാരായണം ചെയ്യാറുണ്ട്. കർക്കിടക മാസം തീരുമ്പോൾ നമ്മൾ രാമായണം വായിച്ച് തീർക്കുന്നു. വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ രാമായണം പാരായണം ചെയ്യുന്നത് പോലെയാണ് ഈ കാലഘട്ടത്തിൽ. അതായത് രാമായണത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങുന്നില്ല. രാമൻ ആരാണ് എന്ന് മനസ്സിലാക്കാതെയുള്ളൊരു പാരായണമാണ്. ഇന്ന് അശോകൻജിയാണ് നമ്മളോടൊപ്പം രാമായണ മാസത്തിലെ ഈ സത്സംഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അശോകൻജിയുടെ കാഴ്ചപ്പാടിൽ ഉള്ള രാമായണം എങ്ങനെയാണ് എന്നാണ് നമ്മളോട് അദ്ദേഹം ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. അശോകൻജി, അങ്ങയുടെ കാഴ്ചപ്പാടിൽ രാമായണം എന്താണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? വർണ്ണാനാമർത്ഥസംഘാനാം രസാനാം ഛന്ദസാമപി മംഗളാനാം ച കർത്താരൗ വന്ദേ വാണിവിനായകൗ. അവധൂത് ഗുരുപ്രസാദ് ജിക്ക് നമസ്കാരം. ഒപ്പം ബാലുജിക്ക് നമസ്കാരം. എന്നെ ശ്രവിക്കാനെത്തിയിരിക്കുന്ന ശ്രോതാക്കൾക്ക് നമസ്കാരം. വിമർശനത്തിൻ്റെ, ശ്രീരാമൻ എന്ന് പറയുമ്പോൾ വിമർശനത്തിൻ്റെ അമ്പുകൾ കൂർപ്പിച്ച് വിമർശനാത്മകമായ ചോദ്യങ്ങളായി എത്തുന്ന പരിഷ്കർത്താക്കൾക്കും നമസ്കാരം. ഇന്ന് വരെ ഞാനിവിടെ സത്സംഗം പറയാൻ വരുമ്പോൾ വ്യക്തിപരമായ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 1 മിനിറ്റ്, ഇന്നൊരു 5 മിനിറ്റ് ഒരു വ്യക്തി വിവരം പറയണം. എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ രാമായണം പറയുന്നത് ഒരു സന്ധ്യാസമയത്ത് രാമ രാമ പാഹിമ എന്നുള്ള ഒരു ഗാനം അവിടെ ആലപിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. എന്തായാലും പാഹിമാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കണേ എന്നുള്ള അർത്ഥത്തിലാണ്, രാമൻ എന്നെ രക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ആ ഗാനം തുടങ്ങുന്നത്. എനിക്ക് ഇത് കുട്ടിക്കാലം തൊട്ട് കേട്ട് വരികയാണ്. ഒരു 7 വയസ്സൊക്കെ ആയപ്പോഴാണ് എൻ്റെ അമ്മാവൻ, മുതിർന്ന അമ്മാവൻ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന മാമിയുടെ പേര് വസന്തകുമാരി, ശ്രീമതി വസന്തകുമാരി. അവർ ഒരിക്കൽ എൻ്റെ അമ്മയോടോ ആണോ എന്നറിയില്ല, എന്നോടാണോ എന്നറിഞ്ഞുകൂടാ, ഈ രാമായണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു തന്നതിൽ രാമൻ സീതയെ കൊണ്ട് കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ ലക്ഷ്മണനോട് പറയുന്നു. അങ്ങനെ ലക്ഷ്മണൻ അവരെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലുന്നു, അല്ലെങ്കിൽ കൊന്നതായി വരുത്തി രക്തം കൊണ്ട് കാണിക്കുന്നു എന്ന രാമായണ കഥയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ആ കുട്ടിക്കാലത്ത് എനിക്കൊരു മനസ്സിലുണ്ടായ ഒരു തോന്നലാണ്, ഈ മാമിയും ഈ രാമരാമ പാഹിമാമെന്നുള്ള സന്ധ്യാനാമം പറയും. ഇപ്പോൾ എനിക്ക് ഇത്ര ക്രൂരനായ ഒരാൾ എങ്ങനെയാണ് സാധാരണക്കാരനെ രക്ഷിക്കുന്നത് എന്ന ഒരു ഭാവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ ഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരോട് ചോദിക്കാനോ? എനിക്ക് ആരോടും ചോദിച്ചാൽ ഈ ഭാവത്തിന് ശമനം കിട്ടുമെന്നറിയില്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, പല ക്ലാസ്സുകളിൽ രാമചരിതമാനസ് പഠിക്കേണ്ടതായിട്ട് വന്നു. ഒടുവിൽ MAക്ക് പഠിക്കുമ്പോൾ അവിടെ രാമചരിതമാനസിൻ്റെ അയോധ്യാകാന്ഡം എനിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാനൊരു ജൈനമത വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൻ്റെ 2ാമത്തെ നിലയിലാണ് താമസിച്ചിരുന്നത്. ഒരിക്കൽ ഞാൻ അവിടെ ഇരുന്ന് ഈ അയോധ്യാകാന്ഡം
വായിക്കാൻ പെടുന്ന ഒരു പാടുണ്ട്. ആ പാട് വിട്ടപ്പോൾ ആ വീട്ടിലെ ഒരു 3 വയസ്സുകാരി മുകളിലേക്ക് വരുന്നു. മാമാശ്രീ ആപ് ക്യാ കർ രഹേ ഹൈ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങുകയാണ്. മാമ അങ്ങ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ പുസ്തകം വാങ്ങുകയാണ്. തുടർന്ന് പറയാണ്, ഓ ആപ് അയോധ്യാകാണ്ട് പഠ രഹേ ഹൈ, അയോധ്യാകാന്ഡം വായിക്കുകയാണോ? ആപ്കോ പഠനെ नहीं आता, വായിക്കാൻ അറിഞ്ഞൂടെ എന്ന്. എന്നിട്ട് ഈ കുട്ടി ഈ പുസ്തകം അടച്ചു വെച്ചിട്ട് അയോധ്യാകാന്ഡം ഇങ്ങനെ പറയുകയാണ്. ഞാനിങ്ങനെ വാ വിളിച്ചിരുന്നു പോയി. ഒരു 3 വയസ്സുകാരി ജൈനമത വിശ്വാസി തുളസീദാസിൻ്റെ രാമചരിതം വായിക്കുകയാണ്. അറിയാതെ മനസ്സുകൊണ്ട് ഞാൻ ആ കുട്ടിയെ തൊഴുതു. എനിക്ക് കഴിയാത്തത്. പക്ഷെ അതെൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ്. എനിക്കിനി രാമനെ അറിയണം. അവിടെ നിന്നാണ് എനിക്ക് രാമനെ അറിയണമെന്നുള്ള മോഹം തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ കാലമാണ്. ഫസ്റ്റ് സെമസ്റ്റർ ഇങ്ങനെ തുടങ്ങിയ ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ആ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ മറ്റൊരു വിഷയം എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആ വിഷയത്തിൻ്റെ പേര് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാഠ് വിജ്ഞാൻ. ഹിന്ദി ശരിക്കുള്ള ഉച്ചാരണം പാഠ് വിജ്ഞാൻ എന്നാണ്. അവർക്ക് ഞാൻ ഉച്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗ്യാൻ എന്നാണ് ഉച്ചരിക്കുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം. ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ ആചാര്യ ഗോവിന്ദ് രജനീഷ്, ഇനി പേര് കുറച്ച്, ഗോവിന്ദ് ശർമ്മ രജനി, ആചാര്യ ഗോവിന്ദ് ശർമ്മ രജനീഷ്. അധ്യാപകൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹമല്ല, അതിയായ സ്നേഹമാണ്. എന്താണെന്നറിയില്ല. ഒരിക്കൽ ഈ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അശോക നീ വിഷയം എടുക്കണം, ഈ വിഷയം എടുത്ത് റിസർച്ച് ചെയ്യണം, നിനക്കിതിൽ നല്ലൊരു ഭാവിയുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ലൈബ്രറി കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധാലുവായിരുന്നു. അപ്പോൾ അവിടെയും ഈ കബീർദാസ്, തുളസീദാസ്, ബിഹാരി മുതലായ ഹിന്ദി കവികളുടെ കയ്യെഴുത്ത് പ്രതികളുണ്ട്. അവർ തന്നെ എഴുതിയ കയ്യെഴുത്ത് പ്രതികൾ, ഓലയിൽ എഴുതിയ പ്രതികൾ അവിടെ ലഭ്യമാണ്. അതൊക്കെ ഞാൻ വളരെ സസൂക്ഷ്മം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം ലൈബ്രറിയിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അത് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം പറയും, നിനക്ക് പാഠഭേദങ്ങൾ, അതായത് പാഠഭേദം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബിഹാരി മേരി ഭവാദ ഹരോ രാധാ നാഗരി സോയ് ജാ തനിക്ക് ജായി പരൈ ശ്യാമ് ഹരിത് തുതി ഹോയ് എന്ന് പറയുന്ന ഇതിൻ്റെ ഈ വരികളുടെ 2 കയ്യെഴുത്ത് പ്രതികളുണ്ട്. ബിഹാരിയുടേതെന്ന് പറയുന്നതുകൊണ്ട് അക്കാലത്ത് പകർത്തി എഴുതിയതുമുണ്ട്. അപ്പോൾ അതിൽ ഈ ഛായി എന്ന് പറയുന്ന ഈ അക്ഷരം ചവർഗത്തിലെ 2ാമത്തെ അക്ഷരത്തിലും ബിഹാരി എഴുതിയെങ്കിൽ പകർത്തി എഴുതിയയാൾ ചവർഗത്തിലെ 4ാമത്തെ അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ഉച്ചാരണം ഏതാണ്ട് ശരിയാണല്ലോ. നിഴല്, തണല് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. എന്തായാലും പിന്നെ അതുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അന്നത്തെ സാമ്പത്തികവുമോ അതോ എന്തൊക്കെയൊക്കെ ആ വിഷയമൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഒരു സാമ്പത്തികം നമുക്ക് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഈ പഴയ വസ്തുക്കൾ കണ്ടുപിടിക്കാൻ ഇത്തിരി യാത്രകൾ നടത്തേണ്ടി വരും. കാലങ്ങൾ കഴിഞ്ഞു. പിന്നീട് എപ്പോഴോ ജീവിതത്തിൻ്റെ ഏതോ ഒരു സാഹചര്യത്തിൽ തോന്നി എനിക്കൊരു റിസർച്ച് ചെയ്യണമെന്ന് തോന്നി. അവിടെ ഞാൻ എടുത്തത് രാമസാഹിത്യമാണ്. കണ്ണശ്ശ രാമായണവും നമ്മുടെ രാമചരിതമാനസും തമ്മിൽ ഉള്ള ഒരു താരതമ്യ പഠനം. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല, ഗൈഡിൻ്റെ പേരും പറയുന്നില്ല. ഞാനെല്ലാം എഴുതിക്കൊണ്ട് കൊടുക്കുമ്പോൾ ഗൈഡ് പറയും ഇത് തെറ്റാണ്, ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ കുറേ ആയപ്പോൾ പറഞ്ഞു, ടീച്ചർ ഞാൻ ഇനി റിസർച്ച് വർക്ക് നിർത്തുന്നു. കാരണം എനിക്ക് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ കഴിയില്ല. എനിക്കറിയാമെന്നുള്ള രാമായണത്തിൻ്റെ ആ വശങ്ങൾ ടീച്ചർക്കറിഞ്ഞൂടാ. ടീച്ചർ അധ്യാത്മരാമായണത്തിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുന്നു. ടീച്ചർ എൻ്റെ ഗൈഡാകുന്നതിന് മുമ്പ് ഞാൻ ടീച്ചറോട് വന്ന് ചോദിച്ചിട്ടില്ലേ ഗൈഡായത്? ടീച്ചർ കണ്ണശ്ശ രാമായണം ഒന്ന് വായിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുക, ഈ കണ്ണശ്ശ രാമായണവും അധ്യാത്മരാമായണവും തമ്മിൽ എന്താ വ്യത്യാസം? 2 മലയാളത്തിലല്ലേ, 2 ഒരേ കഥയല്ലേ? ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ഇനി ഒന്നും പറയാനില്ല, നമസ്കാരം. അന്നതവിടെ നിർത്തി. അതിന് കാരണമെന്ന് പറയുന്നത്
കണ്ണശ്ശ രാമായണത്തിലുള്ള കാര്യങ്ങൾ രാമകഥയുടെ മൂലം ഒന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുള്ളത്, ഈ കണ്ണശ്ശൻ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്, ആ രീതിയല്ല നമ്മുടെ എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത്. എഴുത്തച്ഛൻ അതിന് കൂടുതൽ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട്. കണ്ണശ്ശ രാമപ്പണിക്കർ എന്താണ് ചെയ്തിരിക്കുന്നത്? കണ്ണശ്ശ രാമായണം എഴുതിയത് രാമപ്പണിക്കരാണ്. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? രാമായണ കഥയെ ഇങ്ങോട്ട് എടുത്തിട്ട് അദ്ദേഹം സ്വന്തമായ ശൈലിയിൽ എഴുതിയിരിക്കുകയാണ്. അതായത് അധ്യാത്മരാമായണമല്ല അദ്ദേഹം എടുത്തത്, രാമൻ്റെ കഥയാണ് എടുത്തത്, വാൽമീകിയുടെ രാമായണത്തെയാണ് എടുത്തത്. എഴുത്തച്ഛൻ ഏതാണ് എടുത്തിരിക്കുന്നത്? സംസ്കൃതത്തിലൊരു അധ്യാത്മരാമായണം ഉണ്ട്, അതിനെ എടുത്താണ് ഇങ്ങോട്ട് വിവർത്തനം ചെയ്തിരിക്കുന്നത്. കഥയിൽ രണ്ടും രണ്ടാണ്. അപ്പോൾ ആദ്യത്തെ രാമായണം എന്ന് പറയുന്നത് രാമപ്പണിക്കർ എഴുതിയ കണ്ണശ്ശ രാമായണം എന്ന് പറയുന്നത് ഇന്നേ മുതൽക്ക് ഒരു വളരെ കാലങ്ങൾക്ക് മുമ്പ്, എൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റേതായ കാഴ്ചപ്പാടിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 വർഷങ്ങൾക്ക് അപ്പുറത്ത് വാൽമീകി രചിച്ച രാമായണത്തിൽ നിന്നുമാണ് അദ്ദേഹം എഴുതുന്നത്. ഇവിടെയോ 1400 വരരുചി രചിച്ചു എന്ന് പറയപ്പെടുന്ന, സാഹിത്യകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഈ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് രചിച്ചത് വ്യാസനായിരിക്കണം. പിന്നീട് ആരെങ്കിലും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കൂടെ ചേർത്തതാണോ എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ആ കഥ എടുത്തിട്ടാണ് എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായല്ലോ, രണ്ടും തമ്മിൽ ഗജാന്തരമാണ്. അന്നവിടെ വെച്ചത് നിർത്തുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശ്രീമതി വസന്തകുമാരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. വ്യക്തിപരമായ വിവരണം തീർന്നു. ശ്രീമതി വസന്തകുമാരി, എൻ്റെ മാമി, അവർ പറഞ്ഞൊരു കഥ, സീതയെ കാട്ടിപ്പോയി കൊണ്ടുപോയി കൊല്ലാൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഇതെവിടെയുണ്ട് എന്ന എൻ്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവർ ലൈബ്രറി സെറ്റ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കും. സ്വകാര്യ ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, പെട്ടെന്ന് എനിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ പുസ്തകം ഇങ്ങനെ വെക്കണം, നമുക്ക് ഈ രീതിയിൽ വയ്ക്കാം, പെട്ടെന്ന് തന്നെ അതിനൊരു ഐഡിയ ഉണ്ടാക്കി ഞാൻ കൊടുത്ത് സെറ്റ് ചെയ്യും. അങ്ങനെ ഒരു സാറിൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു വളരെ പഴയ ഒരു പുസ്തകം എനിക്ക് കിട്ടുകയാണ്. വളരെ പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രവിച്ചത്. അത് ആ സാറെടുത്ത് നശിപ്പിക്കാനുള്ള ഇതിലേക്ക് വയ്ക്കാൻ പറഞ്ഞു. ഞാനിതിങ്ങനെ നോക്കിയപ്പോൾ അത് സിംഹള രാമായണം ആദ്യമായിട്ട് തോന്നുകയാണ്. സിംഹള ദേശത്തൊരു രാമായണമുണ്ട്. അതിനെ ഞാൻ പറഞ്ഞു, സാർ, എന്നുവെച്ചാൽ അത് വായിക്കാനൊന്നും പറ്റില്ല, അത്ര പൊടിഞ്ഞു പോയി. പഴയ ലിപി, മലയാളത്തിലെ പഴയ ലിപി വളരെ ചെറുതുമാണ്. അതിൽ നിന്നും കുറേ കാര്യങ്ങൾ അങ്ങനെ അവിടെ ഇരുന്ന് എന്നെ, ഞാൻ പറഞ്ഞു, സാറേ, എനിക്ക് 1 മണിക്കൂർ സമയം വിശ്രമം, അത്രയ്ക്ക് വായിക്കാനേ ഉള്ളൂ. കഥ വേറെ ഒന്നുമില്ല, ഗദ്യാത്മകമായ രീതിയിൽ കഥ എഴുതിയിരിക്കുകയാണ്. അത് വായിച്ചപ്പോൾ അതിലാണ് എനിക്ക് ആദ്യമായി മനസ്സിലാകുന്നത്, രാമനെ വികൃതമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ സിംഹള രാമായണത്തിൽ. കാരണം സിംഹള രാമായണമെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സിംഹള ദേശത്തുള്ള രാമായണമാണ്. അവർക്കെപ്പോഴെങ്കിലും രാമനെ അംഗീകരിക്കാൻ കഴിയുമോ? കഴിയില്ല. പക്ഷേ രാവണൻ്റെ തോൽവി അവർക്ക് അംഗീകരിച്ചേ പറ്റൂ. രാമൻ എന്തായാലും രാവണനെ തോൽപ്പിച്ചു, അതൊരു നഗ്നസത്യമാണ്. ആ നഗ്നസത്യം അവർക്ക് അംഗീകരിച്ചേ പറ്റൂ. അവർ ആ നഗ്നസത്യത്തെ അംഗീകരിച്ചു. പക്ഷെ അതിൽ ഒരു കാര്യം കൂടെ ഇട്ടു. അവിടുത്തെ ഒരു രാക്ഷസി സീതയുടെ മനസ്സിലേക്ക് പ്രവേശിച്ചിട്ട് സീതയെ കൊണ്ട് രാവണൻ്റെ ചിത്രം വരപ്പിക്കുന്നു. ഈ ചിത്രം ഇങ്ങനെ വരച്ചു വെച്ചിരുന്ന സമയത്ത് രാമൻ വരികയാണ്, വരച്ചുകൊണ്ടിരുന്ന സമയത്ത് രാമൻ വരികയാണ്. ഇതിനെ ദൂരത്തേക്ക് എറിയാൻ പറ്റുന്നതിന് മുമ്പ് രാമൻ സീതയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. സീതയുടെ അടുത്തേക്ക് വന്നിരിക്കുകയും സീത വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ രാമൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. അങ്ങനെ അത് രാമൻ മനസ്സിലാക്കുന്നു. കട്ടിലിൻ്റെ അടിയിൽ രാവണൻ്റെ ചിത്രം കിടക്കുന്നു. അവിടെ വെച്ച് രാമന് സംശയം വരുന്നു സീതയെ. അതുകൊണ്ടാണ് ഉടൻ ദേഷ്യം വന്നിട്ട് കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ പറയുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ലക്ഷ്മണൻ കൊല്ലുന്നില്ല, മറ്റൊരു മൃഗത്തെ കൊന്ന് അതിൻ്റെ രക്തം കൊണ്ട് രാമനെ കാണിക്കുന്നു. ഇതാണ് ഈ സിംഹള രാമായണം. അപ്പോൾ ഇവിടെ ഈ സിംഹള ദേശം, ഈ സിംഹള ഭാഷയെന്ന് പറയുന്നത്
ആര്യ ഭാഷയാണ്. അതായത് ഭാഷാ കുലത്തെ നമ്മളിങ്ങനെ വിഭജിച്ച് കഴിഞ്ഞാൽ ദ്രാവിഡ ഭാഷ, ആര്യ ഭാഷ, ഭാരത യൂറോപ്യ ഭാഷ, ഇങ്ങനെ വിവിധ ഭാഷകളുണ്ട്. അതിൽ ആര്യ ഭാഷയിലാണ് സിംഹള ദേശത്തിലെ ശ്രീലങ്കൻ ഭാഷ വരുന്നത്. നമ്മുടേതൊക്കെ ദ്രാവിഡ ഭാഷയാണ്, ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ ഭാഷയാണ്. അപ്പോൾ അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഉത്തരേന്ത്യയിൽ ഭൂരിപക്ഷവും ആര്യ ഭാഷയാണ്. ഈ ആര്യ ഭാഷ എങ്ങനെയാണ് അവിടെ എത്തിയത്? അതൊരു ചോദ്യചിഹ്നമാണ്. അതിലേക്ക് അത് ഭാഷാശാസ്ത്രികൾക്ക് നമുക്ക് ആ കാര്യം വിട്ടുകൊടുക്കാം. അപ്പോൾ സിംഹളദേശത്ത് പ്രചാരത്തിലുള്ള ഭാഷ ആര്യഭാഷയാണെന്നും താങ്കൾക്ക് മനസ്സിലായി. ഇനിയൊരു വിചിത്ര കാര്യമായ രാഷ്ട്രീയക്കാർ രാമായണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും രാഷ്ട്രീയക്കാർ മാത്രമല്ല, കോളേജ് അധ്യാപകരും പറയുന്നത് കേട്ടിട്ടുണ്ട്. രാമായണം എന്ന് പറയുന്നത് ആര്യ ദ്രാവിഡ സംഘർഷമാണ്. അതായത് രാമനെ ആര്യനായി ചിത്രീകരിക്കുകയും രാവണനെ ദ്രാവിഡനായി ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഈ രാമായണം എഴുതിയതോ മറ്റൊരു ആര്യൻ എന്ന് പറയുമ്പോൾ വാൽമീകിയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ആര്യൻ എന്ന് വാൽമീകിയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു നിമിഷം അങ്ങ് വിശ്വസിച്ച് പോകും. ആര്യന്മാരുണ്ട്, ദക്ഷിണ ഭാഗത്ത് ആര്യന്മാരുണ്ട്, ദ്രാവിഡന്മാരുണ്ട്, ഇവരുടെ സംഘർഷമാകാം, അവരിവിടെ നിന്ന് വന്നതാണ്, ആര്യനായ രാമൻ ഇവിടെ വന്നതാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടായി. വാൽമീകി എങ്ങനെയാണ് ആര്യനാകുന്നത്? കാട്ടാളനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മകഥയൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം ഒരു കൊള്ളക്കാരനായിരുന്നു. കൊള്ളക്കാരൻ എങ്ങനെയാണ് ആര്യനാവുക? ആ സംശയം അന്നേ ഉണ്ടായിരുന്നു. ഈ സിംഹള രാമായണം വായിച്ചതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. സിംഹള ഭാഷ പ്രദേശത്തുള്ള ആൾക്കാരും ആര്യന്മാർ തന്നെയാണ്. അവരാര്യന്മാരായി. അങ്ങനെ ആര്യ ദ്രാവിഡ വർഗഭേദമുണ്ടെങ്കിൽ, ഞാൻ ആര്യ ദ്രാവിഡ വർഗഭേദം കാണാത്ത, അങ്ങനെ ആര്യ ദ്രാവിഡ വർഗഭേദം ഉണ്ടെങ്കിൽ സിംഹള ദേശത്ത് താമസിക്കുന്നവരെല്ലാം ആര് തന്നെയാണ്? ആര്യന്മാർ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും രാവണൻ്റെ ചിത്രം എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെ രാവണൻ പൂണൂല് ധരിച്ചിട്ടുണ്ട്. പൂണൂലിട്ട രാവണനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ചുരുക്കി പറഞ്ഞാൽ രാവണൻ ബ്രാഹ്മണനാണ്. അപ്പം ഇനി നമുക്ക് ആ ഒരു ഇന്ന് വരെ ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ അവകാശപ്പെട്ടുകൊണ്ട് പറയാം. ഒരു കാലമായപ്പോൾ, അതായത് ശ്രീരാമൻ്റെ കാലത്ത്, ശ്രീരാമൻ ജനിക്കുന്ന ആ കാലഘട്ടത്തിന് കുറച്ച് മുമ്പ് വരെ തുടങ്ങി ഇവിടെ ഒരു ബ്രാഹ്മണ ആധിപത്യം ഇന്ത്യ ഒട്ടാകെ ഉണ്ടായി. ബ്രാഹ്മണ ആധിപത്യം ഉണ്ടാവുക മാത്രമല്ല, ഈ ബ്രാഹ്മണന്മാർ ക്രൂരതയുടെ പര്യായമായി തീരുന്നു. അവരെന്തും ചെയ്യും, ആരും ഒന്നും ശബ്ദിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പരശുരാമൻ. ഇടയ്ക്കൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ പരശുരാമനെ, ഞാൻ ഈ പറയുന്ന പരശുരാമൻ്റെ രാമൻ്റെ അവതാരമായിട്ട് ഞാനിവിടെ കാണുന്നില്ല. അതായത് രാമൻ്റെ അല്ല, വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ഞാനിവിടെ കാണുന്നില്ല. കാരണം ഒരു അവതാരം വന്ന് ആ അവതാരം പൂർവ്വസ്ഥിതിയിലെത്തി, അവതാരം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ അവതാരം പൂർവ്വസ്ഥിതിയിലെത്തി കാലങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത അവതാരം വരൂ. ഇവിടെ രണ്ട് അവതാരങ്ങൾ തമ്മിൽ, ഒരേ ശക്തിയിൽ നിന്ന് വന്ന രണ്ട് അവതാരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്, രാമനും പരശുരാമനും. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ പരശുരാമന്മാർ ഉണ്ട്. അതിന് ചിലർ പറയുന്ന മറുപടി എന്ന് പറയുന്നത് പരശുരാമൻ ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവിയാണെങ്കിൽ ഒരു അവതാരം ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ആദ്യ രൂപം യോഗനിദ്രയിലായിരിക്കും. അതുകൂടെ മനസ്സിലാക്കണം. ആ സമയത്ത് അവിടെ പ്രവർത്തനമൊന്നും നടക്കില്ല. ഇവിടെ അവർ മനുഷ്യനായിട്ട് അവതരിച്ചു വന്നല്ലോ, അവിടുത്തെ ആ ശരീരം യോഗനിദ്രയിലായിരിക്കും. അതുകൊണ്ട് പരശുരാമൻ, 4-5 പരശുരാമൻ ഉണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഈ പരശുരാമൻ ക്ഷത്രിയന്മാരെയൊക്കെ അങ്ങ് വെട്ടി അരിഞ്ഞു കൊന്ന ഒരു കാലഘട്ടം അറിയാമല്ലോ. കാർത്തിവേയ വീരാർജുനനെയൊക്കെ എത്ര മൃഗീയമായിട്ടാണ് കൊന്നത്.
ഇവിടെയുള്ള ബ്രാഹ്മണന്മാർ മാത്രമല്ല ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പുറത്ത് നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ള ബ്രാഹ്മണന്മാരും ഇവിടെ വന്ന് ഈ രാക്ഷസീയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ രാവണൻ കൂടെ ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നത് രാക്ഷസീയമായ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത്തരത്തിൽ ബ്രാഹ്മണ മേധാവിത്വം അന്ന് മറ്റു ജാതികളെ അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു. അതിന് ഞാൻ തെളിവോടുകൂടിയാണ് പറയുന്നത്. ഈ കഥകൾ നമ്മൾ വിശ്വസിക്കാമെങ്കിൽ, ഈ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, പരശുരാമൻ ചെയ്ത പ്രവൃത്തികൾ, രാവണൻ ഇവിടെ വന്ന് ചെയ്ത പ്രവൃത്തികൾ, ഈ പ്രവൃത്തികൾ കാരണം ഇവിടുത്തെ ജനം പൊറുതിമുട്ടി കഴിയുന്ന ആ കാലഘട്ടത്തിലാണ് രാമൻ ക്ഷത്രിയ വംശത്തിൽ ജനിക്കുന്നത്. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ ബ്രാഹ്മണ ക്ഷത്രിയ പോരാട്ടമാണ് അന്നിവിടെ നടന്നത്. അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആര്യവംശങ്ങൾ തമ്മിലുള്ള പരസ്പര ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നത്. ആര്യനെ തന്നെ കൊല്ലുന്നു. ഇത് ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരും ആര്യന്മാരാണെങ്കിൽ, ഞാൻ ഈ ആണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ രണ്ട് വർഗം ഉള്ളതായിട്ട് കാണുന്നില്ല. ആണെങ്കിൽ ഇവർ തമ്മിൽ തന്നെയാണ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരൻ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന എങ്ങനെയാണ്? ആര്യ-ദ്രാവിഡ സംഘർഷത്തിൽ ആര്യനായ വാൽമീകി ചിത്രീകരിച്ചുകൊണ്ട് രാമന് വിജയം കിട്ടി. അല്ലെങ്കിൽ ആർക്ക് വിജയം കിട്ടുമായിരുന്നു? രാവണന് വിജയം കിട്ടുമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പൊള്ളത്തരം ഇപ്പോൾ ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് ഒന്ന് മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എൻ്റെ കാഴ്ചപ്പാടിലെ രാമായണം എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. രാമനോട് ദശരഥൻ കാട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. നേരത്തെ രാമായണ കഥ ഇവിടെ പറയേണ്ട കാര്യമില്ല. രാമായണ കഥ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും അറിയാം. അതിൻ്റെ വിവിധ ഭാവങ്ങൾ ഇവിടെയുണ്ട്. ഈ ഭാഗം എവിടെയുണ്ട്, ഈ ഭാഗം, അത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതിൻ്റെ പിന്നാലെ കൈകേയിയുടെ വരവും അതൊക്കെ ഞാനിവിടെ പറയുന്നില്ല. കാട്ടിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ രാമൻ സസന്തോഷം പോകാമെന്ന് പറഞ്ഞു. അതാണ് രാമൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളായിട്ടാണെങ്കിൽ അന്ന് പറയുമായിരുന്നു, എന്താ പറയുക, അച്ഛോ ഇത് പണ്ടെങ്ങാനും കൊടുത്ത വരവാണ്, ഇന്നേക്ക് എത്രയോ വർഷത്തിന് മുമ്പ്, അതൊന്നും ഇനി ഇവിടെ നടപ്പിലാക്കാൻ പറ്റൂല, ഇനി വല്ല എഴുതി വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണിക്കും. പക്ഷെ രാമൻ അങ്ങനെയൊന്നും ചോദിച്ചില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്നത് വലിയൊരു രാജഭരണമാണ്, ആ രാജ്യത്തിൻ്റെ അധികാരമാണ്. അത് കയ്യെത്തും ദൂരത്തെത്തിയപ്പോഴാണ് നീ കാട്ടിൽ പോടാന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറ അത് കേൾക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും വേണ്ടാതെ അദ്ദേഹം കാട്ടിപ്പോകാൻ തയ്യാറായി. ഞാൻ ആലോചിച്ചു, ഇന്നത്തെ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആലോചിച്ചു, എന്താ രാമൻ ഇങ്ങനെ കാട്ടിൽ പോകാനായിട്ട് ആലോചിച്ചത്? അതും കാട്ടിൽ പോകണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ദക്ഷിണ ഭാഗത്തേക്കാണ് വന്നത്. മധ്യപ്രദേശിലെ ഇന്നും ആദിവാസികൾ താമസിക്കുന്ന ഘോര വനങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിലുണ്ട് നമ്മുടെ മധ്യപ്രദേശ് സംസ്ഥാനത്ത്. അപ്പോൾ അന്ന് ആ വനം എങ്ങനെയായിരിക്കും എന്ന് അങ്ങൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ഗുജറാത്തിലെ ഗിർവനങ്ങളുണ്ട് അല്ലേ, സിംഹങ്ങൾ ഇന്നും യഥേഷ്ടം വിഹരിക്കുന്ന ഗിർവനങ്ങളുണ്ട്. അപ്പോൾ അവിടെ അന്ന് എത്ര ഭീകരമായിരിക്കും. ഇത് ഒഴികെ ഈ അയോധ്യ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിൽ തന്നെ ഘോരമായ വനങ്ങളുണ്ട്. ഇവിടെ ഒന്നും രാമൻ പോയില്ലല്ലോ. ബംഗാളിലില്ലേ വനം, അവിടേക്കും പോയില്ലല്ലോ. ഈ രാമൻ എന്താ ഇങ്ങ് തെക്കോട്ട് ഇങ്ങ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ ഭാഗത്തേക്ക് കയറി വരണമെന്നുള്ള ചിന്താഗതി? അതൊരു ചിന്താ വിഷയമാണ്. കാട്ടിപ്പോകാനേ പറഞ്ഞുള്ളൂ, നീ ദക്ഷിണ ഭാഗത്തേക്കുള്ള കാട്ടിപ്പോകാന്ന് പറഞ്ഞില്ല. ഇനി അഥവാ ദക്ഷിണ ഭാഗത്തേക്കുള്ള കാട്ടിപ്പോകാൻ പറഞ്ഞുവെങ്കിലും ആ രാജ്യത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് പോയാൽ പോരെ. ഇതേപോലെ കേരളത്തിലേക്ക് കാട്ടിൽ പോടാ, തമിഴ്നാട്ടിലെ കാട്ടിൽ പോടാന്ന് പറഞ്ഞോ? ഇല്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തായിരിക്കും അവിടെ? എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ്, ഒരു രാജ്യത്ത് എപ്പോഴാണോ രാജ്യദ്രോഹികൾ ഉണ്ടാകുന്നത്, ഭരണത്തിനെ വെല്ലുവിളിക്കുന്നത്, ആ സമയത്ത് ആ രാജ്യദ്രോഹികളെ അമർച്ച ചെയ്യാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്
അസാധാരണമായ രാക്ഷസീയ പ്രവർത്തികൾ കൊണ്ട് മുഴുകിയിരുന്നു. സന്യാസിമാർക്ക് യജ്ഞം ചെയ്യാൻ പറ്റില്ല, തപസ് ചെയ്യാൻ പറ്റില്ല, വനിതകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, സാധാരണ ആൾക്കാരെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ കൊന്ന് കറി വെച്ച് തിന്നുന്ന കാലഘട്ടം രാക്ഷസന്മാർ. ഇതെല്ലാം പോയിട്ട് കൂടെ വിദേശത്ത് നിന്ന് നമ്മുടെ രാവണൻ്റെ നേതൃത്വത്തിൽ കുറേ രാക്ഷസന്മാർ ഇങ്ങോട്ട് വരും. അവർ ഇവിടെ ബലാത്സംഗം, ക്രൂരകൃത്യങ്ങൾ, കൊലപാതകം എന്തും ചെയ്തിട്ട് അങ്ങ് തിരിച്ചു പോകും. ഇതെല്ലാം ചെന്ന് ഒറ്റ സ്റ്റെപ്പിലിങ്ങ് വരും. ഇതെല്ലാം ചെയ്തിട്ട് അവർ പെട്ടെന്നങ്ങ് പോവുകയും ചെയ്യും. ഇതായിരുന്നു രാജ്യത്തിൻ്റെ സ്ഥിതി. ഇത് ഇങ്ങേയറ്റത്തിന് തുടങ്ങി അങ്ങേയറ്റം വരെ എത്തി. ഇത് ഭരണകർത്താവാകാൻ പോകുന്ന രാമന് മനസ്സിലായിരുന്നു, നല്ല ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്, എനിക്കിനി രാജ്യം ഭരിക്കണം, ഈ രാജ്യത്ത് ഒരു സൽഭരണം എനിക്ക് കാഴ്ചവെക്കണം. ഈ രാജ്യത്തൊരു സൽഭരണം എനിക്ക് കാഴ്ചവെക്കണമെങ്കിൽ ഈ ദുഷ്ടശക്തികളെ അമർച്ച ചെയ്യണം. ആയതിലേക്കാണ് രാമൻ തെക്കോട്ട് വരുന്ന വഴിയിലോ കിട്ടിയ രാക്ഷസന്മാരെ ഏതൊരു വിധമായ ദയവുമില്ലാതെ അരിഞ്ഞു വീഴ്ത്തി. അവിടെ സീത ഒരു കാരണമാകുന്നു എന്ന് മാത്രം. സീതയെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും, സീതയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അതിൻ്റെ പിന്നാലെ വീണ്ടും കുറേ രാക്ഷസന്മാർ രാമനോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരുന്നു. ഖരൻ്റെ നേതൃത്വത്തിൽ 14,000 രാക്ഷസന്മാരാണ് വരുന്നത്. ഈ 14,000 രാക്ഷസന്മാരെയും രാമൻ ഒറ്റയ്ക്ക് അരിഞ്ഞു വീഴ്ത്തി. അതൊരു ഭരണകർത്താവിൻ്റെ കർത്തവ്യമാണ്. രാജ്യം നന്നാകണമെങ്കിൽ രാജ്യത്തിനകത്ത് ചിത്രശക്തികളുണ്ടാകാൻ പാടില്ല, ഭരണത്തെ വെല്ലുവിളിക്കുന്നവരുണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ആധുനിക കാലത്തേക്ക് പോകാം. റഷ്യ രാജ്യത്ത് റഷ്യൻ ഭരണത്തെ, അതായത് നിലവിലെ പ്രസിഡന്റിനെ ഒന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആ വെല്ലുവിളിക്കുന്ന വ്യക്തിയുടെ ഡെഡ് ബോഡി കുറേ ദിവസം കഴിയുമ്പോൾ എവിടെന്നെങ്കിലും കിട്ടും. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല, കൊണ്ടുപോയി എവിടെയെങ്കിലും താത്തോളണം. കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്താൽ എങ്ങനെയാണ് കൊന്നതെന്ന് കാരണം കിട്ടും. ചൈനയിൽ എത്രയോ ഭരണത്തിനെതിരെ പ്രവർത്തിച്ചവരെ ആ സമയത്ത് കൊന്നു. എൻ്റെ ദൃഷ്ടിയിൽ ഇതൊന്നും തെറ്റില്ല. കാര്യം നല്ല ഭരണം നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ റഷ്യയിലെ ഭരണം നല്ലതാണോ ചൈനയിലെ ഭരണം നല്ലത്, എനിക്ക് അവിടെ പോയി താമസിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. നല്ല ഭരണം നടക്കുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തും ചിത്രശക്തികളുണ്ടായാൽ ആ ശക്തികളെ ആ സമയത്ത് കൊന്നുകളയണം, അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് പോകാൻ പാടില്ല. ഈ സിദ്ധാന്തം ലോകത്തിന് ആദ്യമായി കാഴ്ചവെച്ച മഹത് വ്യക്തിയാണ് ആര്? ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് ഈ ചിത്രശക്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ആരെങ്ങോട്ട് വരുന്നത്? രാമൻ ഉത്തരഭാഗത്തിൽ നിന്നും ദക്ഷിണ ഭാഗത്തേക്ക് വരുന്നത്. ഇതാണ് രാമായണത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട്. ശിവൻജി, നമ്മൾ രാമായണത്തെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്തു പോവുകയാണ്. രാമായണം രചിച്ച കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടോ? രാമായണം രചിച്ച കാലഘട്ടത്തെക്കുറിച്ച് ഇന്നും ചരിത്രകാരന്മാർക്ക് തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഏറെയുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിന് കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ വിദേശീയരായിരിക്കാം. അതായത് വിദേശികൾ, യാക്കോബി, ഇനി രാമായണം സംസ്കൃതം ഇവിടെ വന്ന് പഠിച്ച് ഇവിടുത്തെ മതം, ഹിന്ദു മതം സ്വീകരിച്ച് ഈ ഭാരത മണ്ണിൽ ലയിച്ചു ചേർന്ന ഒരു മഹത് വ്യക്തിത്വമാണ് കാമിൽ ബുൾക്കെ. അദ്ദേഹം രാമായണത്തെക്കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ടുണ്ട്. പിന്നെ യാക്കോബി, ഇങ്ങനെ തുടങ്ങിയ അനേകം ചരിത്രകാരന്മാർ, ഇവരെല്ലാം രാമായണത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു 2500 വർഷത്തിനകത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ. അതിനെനിക്ക് തോന്നുന്ന ഒരു കാരണമുണ്ട്. ഇവരുടെ മതത്തിൽ, അതായത് ഞാൻ പറഞ്ഞ ഈ തുടങ്ങുന്ന വിദേശ
ചരിത്രകാരന്മാരുടെ മതത്തിനൊരു പ്രത്യേകത, ഈ ഭൂമി ഉണ്ടായിട്ട് ഏതാണ്ട് 8500 വർഷം മാത്രമേ. 8500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. അവരതിൽ വിശ്വസിച്ചു കൊണ്ടാണ് ഈ ചരിത്രത്തിന് രേഖയുണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ടും പത്രത്തിൽ കിടക്കുന്ന 60,000 വർഷത്തിന് മുമ്പുള്ള ഒരു സംസ്കാരം നമ്മൾ കണ്ടുപിടിച്ചു. ഈ അടുത്ത കാലത്തായിട്ട്, അതും ഭാരതത്തിൽ തന്നെ 60,000 വർഷത്തിന് അപ്പുറത്ത്. അപ്പോൾ വിദേശ ചരിത്രകാരന്മാർ പറയുന്നത് എന്താണ്? നമുക്ക് 2500 വർഷത്തെ ചരിത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇനി ചിലർ പറയുന്നത് ഈ അടുത്ത കാലത്ത് 1400-ലൊക്കെയാണ് രാമായണം. പിന്നെ ബുദ്ധമതം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ രാമായണം, ബുദ്ധമതം ഉണ്ടായതിന് ശേഷമാണ് ഇന്ത്യയിൽ രാമായണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. രാമായണ കഥയെന്ന് പറയുന്നത് ഈ ബുദ്ധമതത്തിലുണ്ട്, ഇസ്ലാം മതത്തിലുണ്ട്. അതായത് ഉറുദു, ഇസ്ലാം മതത്തിലില്ല, ഉറുദുവിലും അതുപോലെ തന്നെ ഫാഴ്സി ഭാഷകൾ, ഉറുദു ഫാഴ്സി ഭാഷകളിൽ രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ട്. വിദേശത്ത് ഉള്ള എല്ലാ രാജ്യങ്ങളിലും രാമായണമുണ്ട്. അതിന് കഥകളിൽ അല്പാൽപ്പം വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സിംഹള രാമായണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ ഒരു കാര്യം വിട്ടുപോയി. ആ വിട്ടുപോയ കാര്യമെന്ന് പറയുന്നത്, അവിടെ ഹനുമാനല്ല അവിടെ പോയി ലങ്കാദഹനം നടത്തുന്നത്. ഹനുമാന് പകരം സുഗ്രീവനാണ് പോകുന്നത്. സുഗ്രീവനാണ് അവിടെ പോയി അതിൽ ഹനുമാനൊരു പ്രതിപാദ്യ വിഷയമില്ല. അത് നേരത്തെ കാരണമായിരിക്കും. ആ ലങ്കയെ നശിപ്പിച്ചത് മൊത്തം ഹനുമാനാണല്ലോ. അതുകൊണ്ട് ആ ഹനുമാനൊരു, അവിടുത്തെ രാമായണം എഴുതിയ ആ വ്യക്തിക്ക് തോന്നിയ ഹനുമാനൊരു പ്രത്യേകത കൊടുക്കണ്ട, അതിനി ആരും അറിയരുത്, ആ പ്രത്യേകത ആർക്കിരിക്കട്ടെ, സുഗ്രീവൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാകാം. അപ്പോൾ രാമായണത്തിൻ്റെ കാലഘട്ടം നമുക്കൊന്ന് എൻ്റെ ദൃഷ്ടിയിൽ ഞാനിതിന് 1,00,000 വർഷത്തിനപ്പുറത്ത് കണക്കാക്കുന്നു. അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടെ വരും. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ഹിന്ദു ജനതയ്ക്ക്, വൈദിക മതവിശ്വാസികൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുകൂടെ വരും. വാത്മീകി മഹർഷി 24,000 ശ്ലോകങ്ങൾ എഴുതി എന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഉള്ള ലൈബ്രറികളിലേക്ക് പാഞ്ഞു നടന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും 25,000 ശ്ലോകങ്ങൾ നമുക്ക് ലഭ്യമല്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ 5,000 സർഗങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വിഭജനം ഈ 25,000 24,000 അല്ല, ക്ഷമിക്കണം, ഞാൻ 24,000 24,000 ശ്ലോകങ്ങൾ. ഈ 24,000 ശ്ലോകങ്ങളെ 500 സർഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 500 സർഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സർഗത്തിൽ 48 ശ്ലോകം വരും. 48 ഇൻറ്റു 500 24,000. ഒരു സർഗത്തിൽ 48 ശ്ലോകം വരും. ഇന്ന് 500 സർഗമുള്ള ഒരു രാമായണവും ഇന്ത്യ മഹാരാജ്യത്ത് ലഭ്യമല്ല. 24,000 ശ്ലോകങ്ങളുള്ള ഒരു രാമായണവും ഇന്ത്യ രാജ്യത്ത് ലഭ്യമല്ല. ഇനി എവിടെയെങ്കിലും ലഭ്യമാണെങ്കിൽ അത് പരസ്പര വിരുദ്ധവുമായിരിക്കും. അതിൻ്റെ ക്രമത്തിൽ വിരുദ്ധതയുണ്ടാകും. ഇപ്പോൾ ഒരു രാമായണത്തിലെ 2ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് മറ്റൊരു രാമായണം എടുത്ത്, അത് ഏതൊക്കെ രാമായണമാണ് ആധികാരികമെന്ന് ഞാൻ പറയാം, മറ്റൊരു രാമായണം എടുത്ത് നോക്കുമ്പോൾ അതിലെ 26ാമത്തെ ശ്ലോകമായിരിക്കും. ഇങ്ങനെ പരസ്പര വിരുദ്ധതയുണ്ടാകും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമായണം ഈ വേദങ്ങൾക്കപ്പുറത്തുണ്ടായി അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ നിലനിന്ന്, ഇതെൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്, അങ്ങനെ ഒരു സംസ്കാരം നിലനിന്ന് അന്ന് എഴുത്തും വായനയും ഒന്നുമില്ല. ആ എഴുത്തും വായനയും ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് വാമൊഴിയായിട്ട് ഇങ്ങ് വന്നുകൊണ്ടേയിരുന്നു. വായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വായിക്കണമെങ്കിൽ എഴുതി വെച്ചാലല്ലേ വായിക്കാൻ പറ്റൂ, എഴുത്തില്ലല്ലോ, അതുകൊണ്ട് വായിക്കാനും പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറ്റും, വാമൊഴി ഒന്ന് പഠിപ്പിച്ച്. ആ രാമായണ കഥ തന്നെ വായിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും, ശ്രീരാമൻ്റെ 2 മക്കളെ, ലവനെയും കുശനെയും
പഠിപ്പിച്ച് രാമായണം പഠിപ്പിച്ച് ദേശത്ത് മൊത്തം പറഞ്ഞു വിട്ടതായിട്ടാണല്ലോ ആ കഥയ്ക്കുള്ളിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ രാമൻ സീത ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിയുന്നത്. അതിൽ തന്നെ വേറൊരു രാമായണം എടുത്തു കഴിഞ്ഞാൽ വാൽമീകി സൃഷ്ടിച്ച 2 കുട്ടികളെ രാമായണം പഠിപ്പിച്ച് ദേശസഞ്ചാരത്തിന് വിട്ടതായിട്ട് നമുക്ക് കാണാം. ഓരോ രാമായണത്തിലും ഓരോ രീതിയിലാണ് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വാൽമീകി രാമായണം രചിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹം മനസ്സിൽ കണ്ട് അതിനെ ക്രമക്രമപ്പെടുത്തി അതിൻ്റെ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തു. ഈ തലമുറകളിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിൽ ഒരുപാട് കോട്ടങ്ങളുണ്ടായി. ആൾക്കാർ മറന്നുപോയി, കുറേയൊക്കെ മറന്നുപോയി. ഇപ്പോൾ താങ്കൾ 10 വരി കവിത പഠിച്ചിട്ട് അല്ലെങ്കിൽ 100 വരി കവിത പഠിച്ചിട്ട് കുറേ ദിവസം അത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൽ 2-3 വരി പോകും. ഇതാ എൻ്റെ പ്രായത്തിൽ ഇപ്പോഴും തന്നെ ഞാനൊരു 5 വരി കവിത പഠിച്ചിട്ട് 2 ദിവസം നോക്കാതിരിക്കുകയാണെങ്കിൽ അതിൽ 3 വരി അല്ലെങ്കിൽ 2 വരി എനിക്ക് ബാക്കി മറന്നു പോകും. ഇനി ഇതിൻ്റെ കാലഘട്ട നിർണയത്തിൽ ഒരു പക്ഷേ ഞാനിങ്ങനെ പറയുമ്പോൾ താങ്കൾക്ക് യോജിക്കാൻ കഴിയില്ല. ഈ രാമൻ പാലം നിർമ്മിച്ചപ്പോൾ അവിടെ സഹായിച്ച ആൾക്കാരെ നോക്കൂ. ആരാണ്? 1 വാനരന്മാർ, 2 ഇർക്ഷന്മാർ, അതായത് രീച്ച് കരടികൾ, പിന്നെ അതായത് ജാമ്പവാനൊക്കെ ആ രീതിയിലല്ലേ വരിക. പിന്നെ ഇതുപോലെ പിന്നെ രാക്ഷസന്മാർ കുറേ ഈ നമ്മൾ പറയുന്ന ശത്രുതയുള്ള രാക്ഷസന്മാരല്ല. അവിടെ രാക്ഷസന്മാരെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർക്ക് ബുദ്ധി നേരെയാവാത്ത ആൾക്കാരുണ്ടായിരുന്നു, മനുഷ്യമാംസമൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ രീതിയിൽ എടുത്താൽ മതി. ഇവിടെ നമുക്ക് ചാൾസ് ഡാർവിനെ ഒന്ന് ഓർമ്മിച്ചാലോ. ചാൾസ് ഡാർവിൻ പറയുന്നത്, ആ ചാൾസ് ഡാർവിനെ ഓർമ്മിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ വാനരന്മാർക്കൊരു ഭരണവ്യവസ്ഥയുണ്ടായിരുന്നു, രാജാവുണ്ടായിരുന്നു, രാജധാനി ഉണ്ടായിരുന്നു, രാജപത്നി ഉണ്ടായിരുന്നു, രാജഗുരു ഉണ്ടായിരുന്നു. അത് അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. അല്ല വെറും കാട്ടീന് കുറേ വാനരന്മാർ വന്ന് സഹായിക്കുകയല്ലല്ലോ. സുഗ്രീവൻ ആരാ? ആ പ്രദേശത്തുള്ള ഒരു രാജാവിൻ്റെ അനുജൻ അല്ലേ, ബാലിയുടെ അനുജൻ. ബാലി എങ്ങനെയാ? കുരങ്ങൻ്റെ രൂപത്തിൽ. അപ്പോൾ ഈ കുരങ്ങന്മാർക്ക്, വാനരന്മാർക്ക് ഒരു രാജ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ല. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വാനരന്മാരുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഡാർവിനെ ഒന്ന് ഓർമ്മിക്കാമെന്ന് പറഞ്ഞത്. ചാൾസ് ഡാർവിൻ, ഞാൻ അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ചുരുക്കഭാഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. കുരങ്ങിൽ നിന്ന്, അവസാനത്തെ രൂപം കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചിന്താഗതി ഇങ്ങനെയാണ്. അതായത് ഈ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ മനുഷ്യൻ ചാടി എഴിക്കുമ്പോൾ വാല് മുറിഞ്ഞ മനുഷ്യനാവില്ല. ആവോ? ഈ ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് ആദ്യമുള്ള ആ കുരങ്ങുകൾക്ക് വാല് മുറിഞ്ഞ് മനുഷ്യരൂപത്തിൽ വന്നു. എല്ലാം ഒരു കാലഘട്ടം, അനേക വർഷങ്ങളുണ്ടല്ലേ. അപ്പോൾ രാമനും അനുചരന്മാരും ഇങ്ങോട്ട് വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യരാണ്. പക്ഷേ ആ പരിണാമം പൂർണ്ണമായിട്ടില്ല. കാര്യം രാജ്യത്ത് ഒരുമിച്ച് ഒരു പരിണാമം വരില്ല. ഒരറ്റത്ത് നിന്നോ ഇടയ്ക്കിടയ്ക്കോ അല്ലേ, ഒന്നുകിൽ ഒരറ്റത്ത് നിന്ന് തുടങ്ങും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുടങ്ങും. അവിടെ അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ പരിണാമം പൂർണ്ണമായിട്ടില്ല. ഇതെൻ്റെ ചിന്താഗതിയാണ്. ഇവിടെ പരിണാമം പൂർണ്ണമാകാത്തത് കൊണ്ട് മനുഷ്യർ തന്നെയാണ് കുരങ്ങന്മാരായിരുന്നു, അവർക്ക് മനുഷ്യരുടെ ബുദ്ധി ഉണ്ടായിരുന്നു. അങ്ങനെ ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തത്തെ കൂടെ ഞാനിവിടെ എടുക്കുമ്പോൾ ആണ് ഞാൻ ഇതിനെ എങ്ങോട്ട് പോകുന്നത്, ഈ കാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നത്, ഋഗ്വേദത്തിനും അപ്പുറത്തേക്ക് ഞാൻ പോകാനുള്ള കാരണം. ഇത് രാമായണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് ഇത്തരത്തിലൊരു കൃതിയുടെ എല്ലാ ഗോത്രവർഗങ്ങൾക്കും ഈ കഥ അറിയാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഗോത്രവർഗമുണ്ടോ, അങ്ങ് ഇന്തോനേഷ്യയിൽ പോയി രാമായണം ഉണ്ടോ എന്ന് അന്വേഷിക്കുമോ, അവിടെ ഉണ്ട്. ചൈനയിൽ പോയി ചൈനീസ് രാമായണമുണ്ട്. എന്തിന്, കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിൽ പോലും രാമായണ കഥയുണ്ട്. പിന്നെ ജപ്പാനിലുണ്ട്. അപ്പം രാമായണ കഥയില്ലാത്ത
ഒരു രാജ്യമില്ല. ഇന്തോനേഷ്യയിലെ എന്നൊക്കെ പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ വായിച്ചിട്ടുള്ള അറിവാണ്. ഒരു ക്ഷേത്രത്തിൽ രാമായണ കഥയുടെ എല്ലാ സന്ദർഭങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് ഒരു പ്രാചീന ക്ഷേത്രത്തിൽ. അവിടുത്തെ രാമായണത്തിലാണ് അതിൻ്റെ ഇന്തോനേഷ്യയിലെ രാമായണത്തിലോ അതോ ചൈനീസ് രാമായണത്തിലോ ആണ് അതിലെ കഥാനായകൻ ഹനുമാനാണ്. കഥാനായകൻ ഹനുമാനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഇതൊരു ഗോത്രത്തിൻ്റെ കഥയാണ്. ഈ ഗോത്രവർഗം വിവിധ സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവിടെ എല്ലാം മാറ്റം ഉണ്ടായി. ആദിയായ രാമായണം ഒന്ന് തന്നെയാണ്. അത് പറഞ്ഞ് വിവിധ ഗോത്രങ്ങളിലേക്ക് പോയപ്പോൾ മാറി 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 വെക്കൊണ്ടേ ഇരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇനി ഇതിൻ്റെ അങ്ങ് എന്നോടൊരു ചോദ്യം ചോദിക്കും, സാർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഇതിൻ്റെ ഭാഷ ശരിയല്ലല്ലോ. ഈ ഭാഷയൊക്കെ ഒരു 2500 വർഷത്തിനപ്പുറത്തുള്ള ഒരു ഭാഷയാണല്ലോ കാണുന്നത്. ഇന്നലെ അങ്ങനെ ഒരു സംഭവം, മെനഞ്ഞാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു രാമായണത്തിൻ്റെ ഒരു പ്രഭാഷണം കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് എന്നോടൊന്ന് സംസാരിച്ചു. അവർ വേറെ 2 പേര് സംസാരിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു പ്രഭാഷണത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ആ കാര്യം ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് 2 പേരും ഡോക്ടറേറ്റുകാരാണ്, 2 പേരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാനതിൽ പോയി ഇടപെട്ടപ്പോൾ അതിലൊരു സുഹൃത്തിന് ഈ രാമായണം 1,00,000 വർഷത്തിനപ്പുറത്താണെന്ന് പറയുന്നതിനോട് ഒരു താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞത് അതിലെ ഭാഷയാണ്. ആ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ ആധുനിക ഭാഷ പോലെ ഇരിക്കുന്നു, സംസ്കൃതമല്ലേ, അത് ആധുനിക ഭാഷയല്ലേ എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, വാൽമീകി ഏത് രാമായണമാണോ രചിച്ചത് ആ രാമായണം ഇന്ന് നമുക്ക് ലഭ്യമല്ല. അന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടില്ല. നേരത്തെ ഞാൻ പറയുകയാണ്, തലമുറകളിലൂടെ പകർന്നു വന്നു. ആ പകർന്ന് വന്നപ്പോൾ ഭാഷയ്ക്കും വലിയ മാറ്റങ്ങളുണ്ടായി. ഇതിപ്പോൾ നമ്മൾ ഈ ടി വിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ആഹാരത്തിന് ആൾക്കാർ ഒരു രക്ഷയുമില്ല. കുറേ ആഹാരം കൊണ്ട് വിളമ്പി വയ്ക്കുന്ന എടുത്ത് വെച്ചിട്ട് ഒരു രക്ഷയുമില്ല. സ്വാദിനെ കുറിച്ചാണ് പറയുന്നത്. സ്വാദിൽ ഒരു രക്ഷയുമില്ല. ഇതിപ്പോൾ ആധുനിക തലമുറയുടെ ഭാഷയാണ്. ഭാഷ മാറും. ഒരു പക്ഷേ താങ്കൾ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അങ്ങനെയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹായ് എന്ന് പറയുന്ന ശബ്ദം ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. മലയാള കവിതയിലൊക്കെ ഹായ് എന്ന് പറയുന്ന ദുഃഖം, ഹായ്, ഹന്ത എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങൾ ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. അതിപ്പോൾ ഒരു കഴിഞ്ഞ 10-35 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നോക്കാമെങ്കിൽ സന്തോഷത്തിൻ്റെ പ്രതീകമാണ് ഹായ്. അത് ഏത് ഭാഷയിലെ പ്രതീകമായി. ഇപ്പോൾ ഹായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, സന്തോഷത്തിൻ്റെ പ്രതീകമായ ഭാഷ. പിന്നെ തന്നെ ചില ഇംഗ്ലീഷ് വാക്കുകളെ തന്നെ ആൾക്കാർ ഇങ്ങനെ മലയാളീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് വാക്കിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിനോട് കൂടി എന്തെങ്കിലും മലയാള ശബ്ദങ്ങൾ, ഇപ്പോൾ അതിന് ഈ ഇതിലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഉള്ള ചില വാക്കുകൾ അതിന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം. അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. കുറേ കഴിയുമ്പോൾ ഈ വാക്കുകളെല്ലാം തന്നെ എന്താകും, ഈ ഭാഷയുടേതാകും. അപ്പോൾ ഭാഷ പറയുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഈ രാമായണം എന്ന് പറയുന്ന കൃതി യഥാർത്ഥമായിട്ട് എഴുതുന്നത് 2500 വർഷങ്ങൾക്ക് ആണ് അത് വരമൊഴിയാകുന്നത്. അതുവരെ അത് വാമൊഴി തന്നെ ആയിരുന്നു. ഇനി വേദകാലത്തിൽ ഇതിനെക്കുറിച്ച് വലിയ പരാമർശങ്ങൾ ഒന്നും കാണുന്നില്ല എങ്കിലും ഋഗ്വേദത്തിൽ ഇക്ഷാകു എന്ന് ഒരു വംശത്തെക്കുറിച്ച് പറയുന്നു. അഥർവവേദം വന്നപ്പോൾ ഇക്ഷാകു എന്ന് പറയുന്ന രാജാവിന് ഒരു കൊട്ടം മരം, ഒരു മരമാണ്, കൊട്ടം എന്ന് പറയുന്ന മരത്തിനോട് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജ്വരം ഒന്ന് മാറ്റിത്തരണം. അമിതമായ പനി വന്നപ്പോൾ അക്കാലത്തെ ചികിത്സാവിധികളാണ്, എൻ്റെ ഈ ജ്വരം ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇനി ദശരഥൻ എന്ന് പറയുന്ന ശബ്ദമാകട്ടെ ഋഗ്വേദത്തിലെ ദാനസ്മൃതിയിൽ ഋഗ്വേദത്തിലെ ദാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നിടത്ത്
മറ്റ് രാജാക്കന്മാരുടെ പേരിനോടൊപ്പം തന്നെ ദശരഥൻ എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി മധ്യേഷ്യയിലെ മിതനി എന്ന് പറയുന്ന ഒരു ആര്യജാതി ഉണ്ടായിരുന്നു. ഇവരുടെ രാജാവിൻ്റെ പേര് ദശരഥനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം BCE എന്ന് പറയുന്നത് നമുക്ക് 2 വർഷമാണുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. CE BCE. CE എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഇറ എന്നാണ്. അതായത് കഴിഞ്ഞ 2000 വർഷം, ഇപ്പോൾ 2025 എന്ന് പറയുന്നത് കോമൺ ഇറ എന്നാണ്. പിന്നെ BCE ബിഫോർ കോമൺ ഇറ, ഇങ്ങനെയാണ് തിരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ചില തൽപര കക്ഷികൾ ഇതിനെന്താക്കി, ADയും BCയും ആക്കി. BCക്ക് ബിഫോർ ക്രൈസ്റ്റ് എന്നാക്കി, അല്ലേ? അപ്പോൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും എന്നുള്ള രീതിയിൽ അതെല്ലാ ഭാഷയിലും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വർഷത്തിൻ്റെ ഇത് അങ്ങനെയല്ല. നമ്മൾ നല്ല പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോമൺ ഇറയും ബിഫോർ കോമൺ ഇറയും, കോമൺ ഇറ തുടങ്ങുന്നതിന് മുമ്പുള്ളത് ബിഫോർ കോമൺ ഇറ. ആ BCE ബിഫോർ കോമൺ ഇറയിലെ 1400, അപ്പോൾ ഇന്നേ മുതൽക്ക് ഏതാണ്ട് 3500 ഏതാണ്ട് കണക്കാണ്, 3500 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു മകളുണ്ട്, ആ മകളുടെ പേര് സീതയാണ് എന്നൊന്നും അവിടെ പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു മകനുണ്ട്, മകൻ്റെ പേര് രാമനാണ് എന്നൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. വീണ്ടും രാമൻ എന്ന പേര് രാമായണത്തിലും മഹാഭാരതത്തിലും നമുക്ക് കാണാൻ പറ്റും. ദശരഥപുത്രനായ രാമൻ, പരശുരാമൻ, ബലരാമൻ, ഇത് രാമായണത്തിലും മഹാഭാരതത്തിലും നമുക്ക് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. വൈദിക സാഹിത്യത്തിൽ രാമൻ എന്നുള്ള പേര് അനേകം വ്യക്തികൾക്കുണ്ട്. അവിടെ രാമൻ എന്ന വാക്കിനർത്ഥം പുത്രൻ. അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രമണീയ പുത്രൻ, രമണീയനായ സുന്ദരനായ പുത്രൻ. നല്ല അവിടെ ഈ പ്രാചീന കാലത്ത് രമണീയ പുത്രൻ, സുന്ദരനായ പുത്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവത്തിന് കൊടുത്തിരുന്ന വിശേഷണമാണ്. അതുകൂടെ നമ്മൾ ഋഗ്വേദ കാലത്തൊക്കെ അദ്ദേഹത്തിന് സുന്ദരനായ ഒരു പുത്രനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സൽസ്വഭാവിയായ ഒരു പുത്രനുണ്ട് എന്ന അർത്ഥത്തിലെടുക്കണം. ഇന്ന് സുന്ദരനായ ഒരു പുത്രനുണ്ടെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? കാണാൻ മനോഹാരിത. അന്ന് കാണാൻ മനോഹാരിത എന്ന് വെച്ചാൽ മനസ്സിന് ഉള്ള മനോഹാരിതയാണ് അന്നത്തെ സൗന്ദര്യമായിട്ട് കണ്ടിരുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം. അപ്പം രാമൻ എന്ന വാക്കിന് രമണീയ പുത്രൻ എന്നൊരർത്ഥമുണ്ട്. ഇനി ഋഗ്വേദത്തിലെ ഒരു രാജാവിൻ്റെ പേര് രാമൻ എന്നുണ്ട്. രാമൻ ഇത്തിരി സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. പിന്നെയും 2-4 രാമന്മാരുണ്ട്. രാമമാർഗവേയൻ, രാമ ഔപതപസിനി, ക്രാതുർജായജേതനായ രാമൻ, ഇങ്ങനെ കുറേ രാമന്മാരെക്കുറിച്ചും ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ദശരഥനും ഈ രാമനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാം. ഇനി ജനകൻ. കൃഷ്ണ യജുർവേദീയ ബ്രാഹ്മണ്യത്തിലെ ജനകനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. സീത ജനകൻ്റെ മകളാണെന്നോ രാമൻ മരുമകനാണെന്നോ അവിടെ പറയുന്നില്ല. കൃഷ്ണ യജുർവേദം വരുമ്പോൾ അവിടെ ജനകനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുണ്ട്. ആ ജനകനും രാമായണത്തിലെ ജനകനും ഒന്നാണെങ്കിൽ സീത അദ്ദേഹത്തിൻ്റെ മകളാണെന്ന് പറയണം, ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ മരുമകനാണെന്ന് പറയണം. അങ്ങനെ ഒരു ബന്ധം അവിടെ പറയുന്നില്ല. ഇനി സീത എന്ന വാക്കിലേക്ക് നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ വൈദിക സാഹിത്യത്തിൽ കൃഷിയുടെ അധിഷ്ഠാന ദേവതയായിരുന്നു സീത. കൃഷിയുടെ ദേവതയാണ്. അവിടെ സീത എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടെ കൊടുത്തിട്ടുണ്ട്, കലപ്പച്ചാൽ. കലപ്പച്ചാൽ എന്നൊരർത്ഥവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ തന്നെ മറ്റൊരു സീതയുമായി ബന്ധപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, സീതാ സാവിത്രി എന്നാണ്. ഈ സീതാ സാവിത്രി ആകട്ടെ സോമരാജാവിനെ ഭർത്താവിന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീയുമാണ്. അപ്പോൾ അതും അവിടെയും രാമനുമായിട്ട് ഏതൊരു ബന്ധവും വരുന്നില്ല. ഇനിയൊരു സീതയുണ്ട്. ആ സീത ആരാണ്? കൃഷിയുടെ ആദിയായ ദേവത. അപ്പം ഇത്തരത്തിൽ നമുക്ക് മൊത്തം ഋഗ്വേദ കാലഘട്ടം ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ രാമായണ
കഥയുടെ അഭാവം കാണും. എന്നാൽ അക്കാലത്ത് രാമായണ കഥ ഇല്ല എന്ന് വിശ്വസിക്കരുത്. ഗോത്രവർഗ കഥകളൊന്നും ഋഗ്വേദത്തിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രാമായണം എന്ന് പറയുന്നത് ഗോത്രങ്ങളുടെ ഇടയിൽ കൂടെയാണ്. അത് പണ്ട് കാലത്ത് ഗോത്രങ്ങളെ ഉള്ളൂ എന്നതുകൂടെ മനസ്സിലാക്കണം. ഓരോ ഗോത്രങ്ങളും ഓരോ സ്ഥലത്ത് നിന്നും മാറി മാറി പോയി കഥകളും അതോടൊപ്പം മാറി 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 പോകുകയാണ്. അപ്പോൾ ഗോത്രവർഗ കഥകൾ അന്ന് ഈ നമ്മുടെ വേദങ്ങളിൽ ഒരിടത്തും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ രാമായണം ഗോത്രവർഗ കഥയായതുകൊണ്ട് ആ കഥ അവിടെ ഇല്ല. അപ്പം ഞാൻ ഇതിന് ഇത്തരത്തിലൊരു കാലഘട്ട നിർണയം നടത്തിയത് മറ്റൊന്നും കൊണ്ടല്ല. അവിടെ കുരങ്ങന്മാർ സേതുബന്ധനത്തിന് സഹായിക്കുന്നു. സാധാരണ ഒരു കുരങ്ങന് കഴിയുന്ന, ഒരു കുരങ്ങന് ട്രെയിനിങ് കൊടുത്തെടുത്താൽ കഴിയും. ഇനി സാധാരണ കുരങ്ങന്മാർക്ക് രാജധാനി അതൊന്നും ഉണ്ടാവില്ല. ഈ സാഹചര്യത്തിൽ, ഈ രണ്ട് സാഹചര്യത്തിലുമാണ് ഈ ഭൂമിയുടെ ഒരു ഭാഗത്ത് കുരങ്ങുകൾ മനുഷ്യനായിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലാണ് രാമായണം രചിച്ചത്. പക്ഷെ ഭാഷ അത് വാമൊഴിയായിട്ട് വന്ന് വളരെ കാലത്തിന് ശേഷമാണ് അത് വരമൊഴിയായത്. അതുകൊണ്ട് ഞാൻ രാമായണത്തിൻ്റെ കാലഘട്ടം ഇന്നേ മുതൽക്ക് 1,00,000 വർഷത്തിന് അപ്പുറത്ത് കാണും. അശോകൻജി, ശ്രീരാമചന്ദ്രൻ്റെ ഒരു പ്രഭാവം ഉണ്ടല്ലോ, ആ ഒരു പ്രഭാവം കാരണം രാമായണത്തിലെ മറ്റ് വ്യക്തിത്വങ്ങളെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടോ? ആ ഒരു പ്രഭാവം മങ്ങിപ്പോയിട്ടുണ്ടോ? രാമൻ്റെ പ്രഭാവം കാരണം ബാക്കിയുള്ളവരെ അറിയപ്പെടാതായിട്ടുണ്ടോ? ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനായിരുന്നു, ആദർശവാൻ. ഒരിക്കലും രാമൻ്റെ പ്രഭാവം കൊണ്ട് രാമായണത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെയും പ്രഭാവം മങ്ങിയിട്ടില്ല. അദ്ദേഹം ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒന്ന്, തന്നോടൊപ്പമുള്ള വ്യക്തിത്വങ്ങളെ അദ്ദേഹം എപ്പോഴും പ്രേരണ നൽകിക്കൊണ്ടേയിരുന്നു. ആ വ്യക്തിത്വങ്ങൾക്ക് അദ്ദേഹം, അത് തൻ്റെ അനുജനായാലും ശരി തന്നെ, വീട്ടിലെ ആ കൊട്ടാരത്തിലെ ജോലിക്കാരനായാലും ശരി തന്നെ, തൻ്റെ കൂടെ യുദ്ധത്തിന് വരുന്ന ആ വാനരപ്പടയ്ക്കായാലും ശരി തന്നെ, എപ്പോഴും അദ്ദേഹം പ്രേരണകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. രണ്ട്, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അതെപ്പോഴും എങ്ങനെ ചെയ്തിരുന്നു? അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. ആരുടെ ജീവിതത്തിലുള്ള ഗുണവും അദ്ദേഹം സ്വയം ഉൾക്കൊള്ളും. മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുകയും സ്വയം ഉൾക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ താങ്കൾ ചോദിച്ചേക്കാം, എങ്കിൽ എന്തിനാണ് ഒളിഞ്ഞിരുന്ന് ബാലിയെ കൊന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ചോദിച്ചേക്കാം. ഇനി ഈ ആധുനിക കാലത്താകട്ടെ, ബാലി വധത്തിൻ്റെ ധാർമ്മികത ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. അത് ധർമ്മപരമാണോ അധർമ്മമാണോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. ബാലിയെ ശ്രീരാമനെ കൊണ്ട് കൊല്ലിച്ചത് പിൽക്കാല സാഹിത്യകാരന്മാരാണ്. അതായത് പിൽക്കാലത്ത് രാമായണത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ആരാണോ എഴുതിയത്, അവർ ബാലിയെ രാമനെ കൊണ്ട് കൊല്ലിക്കുകയാണ് ചെയ്തത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, രാമായണത്തിൻ്റെ ആധികാരികമായ ഒരു കൃതി ബഡൗദ സർവകലാശാല, അവിടെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്.
ആ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു രാമായണത്തിൻ്റെ ആധികാരികമായ പ്രതി അവിടെ വെച്ചിട്ടുണ്ട്. ആ പ്രതി വായിച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ആ പ്രതി ഞാൻ കണ്ടിട്ടുണ്ട്, ഏതാണ്ട് നോക്കിയിട്ടുമുണ്ട്. ആ പ്രതി നമ്മളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് രാമനെ ബാലി മായാവിയോട് ഗുഹയ്ക്കുള്ളിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധ സമയത്ത് സുഗ്രീവൻ രാവണനെയും കൂട്ടി അവിടെ പോവുകയാണ്. ഇത് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ബാലി രാമനെ കാണുമ്പോൾ തന്നെ അങ്ങ് ദേഷ്യം വരികയാണ്. ആര് എന്നുവെച്ചാൽ ഇയാൾക്ക് ഭയങ്കര നല്ല ശക്തിയുണ്ട്. നല്ല ശക്തിയുള്ള രാമന് നല്ല ശക്തിയുള്ള സുഗ്രീവൻ ആരെ കണ്ടാലും പുച്ഛവും ദേഷ്യവുമാണ്. അത് തന്നെക്കാൾ സൗന്ദര്യമുള്ള മറ്റൊരു വ്യക്തിത്വം. ആ നിമിഷം തന്നെ ഒരിതുമില്ലാതെ അങ്ങ് യുദ്ധം തുടങ്ങുകയാണ്. രാമനും ഒപ്പം യുദ്ധം ചെയ്യേണ്ടി വന്നു. അവിടെ വെച്ച് തന്നെ ആ യുദ്ധത്തിൽ ബാലി കൊല്ലപ്പെടുകയാണ്. പക്ഷെ നമ്മൾ ഇന്ന് അതിൽ ധാർമ്മികത അന്വേഷിച്ച് നടക്കുമ്പോൾ അങ്ങനെ ഒളിഞ്ഞു നിന്ന് ഈ ആ വ്യക്തിയെ കൊന്നിട്ടില്ല. അതിന് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാമെങ്കിൽ, താങ്കൾ കേട്ടിരിക്കും രാമബാണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല പരസ്യങ്ങളിലും രാമബാണം എന്ന് എഴുതിയിരിക്കും. അത് മരുന്നിൻ്റെ പരസ്യത്തിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ഏകമാത്ര രാമബാണം, അത് ഒരേ ഒരു രാമബാണം. ഇനി വേറെ ബാക്കി രാമബാണങ്ങളെല്ലാം തീർന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് മരുന്നൊക്കെയാണോ ഈ രോഗത്തിന് വേണ്ടി കുടിച്ചത് അതെല്ലാം നിഷ്പ്രഭമാണ്. ഇത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ രാമബാണത്തിൻ്റെ പ്രത്യേകത അതാണ്. അതായത് നമ്മൾ മഹാഭാരതം മൊത്തം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രാമൻ്റെ ഒരു അസ്ത്രം പോലും വെറുതെ ആവില്ല. ഇന്ന് വരെ രാമൻ അസ്ത്രം തൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രയോജനം ഉണ്ടായി. ഒരുപക്ഷെ മഹാഭാരത രാമായണ യുദ്ധമൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളവിടെ കാണും, ഇദ്ദേഹം ഒരു അസ്ത്രം അങ്ങോട്ട് അയക്കുന്നു, രാവണൻ ഇങ്ങോട്ട് അയക്കുന്നു, ഇത് നിഷ്പ്രഭമാകുന്നു. അത് ഈ സീരീസിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു സന്ദർഭമാണ്. രാമൻ ഏതൊക്കെ അസ്ത്രം അയച്ചിട്ടുണ്ടോ അതിലെന്തെങ്കിലും ഒരു ഹാനി മറുപക്ഷത്ത് ഉണ്ടാകും. അപ്പോൾ അതാണ് രാമൻ്റെ അസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ ശക്തിയേറിയ അസ്ത്രങ്ങളുള്ള രാമന് ഒരു ബാലിയെ മറഞ്ഞിരുന്ന് കൊല്ലേണ്ട ഏതൊരു കാര്യവുമില്ല. താങ്കൾക്ക് തോന്നുന്നില്ല അങ്ങനെ കൊല്ലേണ്ട ഏതൊരു കാര്യവുമില്ല? അപ്പം യഥാർത്ഥ രാമായണത്തിൽ ഈ ബാലിവധം എങ്ങനെയാണോ പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് പിൽക്കാലത്തെ രാമായണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജി, ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഒക്കെ ആയിട്ട് വനവാസ കാലഘട്ടം ഉണ്ടല്ലോ. അതായത് സീതാദേവി കൊട്ടാരം വരെ ഉപേക്ഷിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രനോടൊപ്പം വനവാസത്തിന് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ഒരു സന്ദർഭം അതിൽ കഥയിൽ സൂചിപ്പിക്കുന്നത്, സീതാദേവി ഒരു സ്വർണ്ണമാനിനെ കണ്ടിട്ട് അതിൽ ആകർഷ്ടയായി ആ മാനിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു കൊട്ടാരം വരെ ത്യജിച്ച ഒരു സീതാദേവി അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇത് വളരെ നല്ല ഒരു ചോദ്യവും ഒപ്പം വലയ്ക്കുന്ന ഒരു ചോദ്യവും കൂടെയാണ്. എല്ലാം ഉപേക്ഷിച്ച സീത ഒരു സ്വർണ്ണമാനിനെ കണ്ട് ആഗ്രഹിച്ചു. ഇവിടെ നമ്മുടെ മനുഷ്യ മനസ്സിന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിന്, ഇത് കേൾക്കുമ്പോൾ മുന്നിലിരിക്കുന്ന സ്ത്രീകളായ ശ്രോതാക്കൾ ഇതിന് എന്നോട് എതിർപ്പ് തോന്നുമോ എന്ന് എനിക്കറിയില്ല. അവിടെ സ്ത്രീകളുടെ മനസ്സിൽ എന്തും ഉപേക്ഷിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിലും എന്ത് കണ്ടാൽ മോഹിക്കാനുമുള്ള ഒരു ശക്തിയുണ്ട്. ഒരമ്മ
തൻ്റെ മകൻ്റെ സുഖത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് വളർത്തിയെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടിയെ തന്നെ മരുമകളായിട്ട് കിട്ടണമെന്നും ആഗ്രഹിക്കുന്നു. അവിടെ ചിലപ്പോൾ സ്വർണത്തോടെ കിട്ടണമെന്നുള്ള ആഗ്രഹം കാണില്ല. ആ കുട്ടിയെ മരുമകളായിട്ട് കിട്ടണം, സ്ത്രീധനത്തിനെ അവിടെ ആഗ്രഹിക്കുന്നില്ല. മറ്റ് ചിലപ്പോൾ സ്ത്രീധനത്തെ, നല്ല സ്ത്രീധനം കിട്ടുന്ന മരുമകൾ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. നേരത്തെ തൻ്റെ ജീവിത സുഖങ്ങളെല്ലാം ത്യജിച്ച അമ്മയാണ്. പക്ഷെ മകന് എല്ലാം സ്ത്രീധനത്തോടുള്ള ഒരു മരുമകളെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് സ്ത്രീയുടെ ഒരു മനസ്സെന്ന് പറയുന്നത്. ഏത് സമയത്ത് എന്തും അവർ ത്യജിക്കും, പുതിയതൊന്ന് ആഗ്രഹിക്കും. സീതയെ സംബന്ധിച്ച് ആ കാലഘട്ടം കൂടെ ഒന്ന് നോക്കണം. ആ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടത്തിനേക്കാൾ ഏറെ വ്യത്യസ്തമായിരുന്നു. ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കുന്ന കാലഘട്ടം, ഭാര്യയെ ഭർത്താവ് ബഹുമാനിക്കുന്ന കാലഘട്ടം. ഭർത്താവ് ഭാര്യയെ ചെന്ന് ആധുനിക കാലത്ത് വിളിക്കുന്നത് പോലെ എടി പൊടി എന്നൊന്നും വിളിക്കുന്ന ഒരു കാലഘട്ടമല്ല. ദേവി, ആര്യപുത്രി, അതേപോലെ വളരെ സഭ്യമായിട്ട് സംബോധന ചെയ്ത് വിളിക്കുന്നൊരു കാലഘട്ടമാണ്. അതേപോലെ ഇപ്പോൾ ഇന്നത്തെ തലമുറ വിളിക്കുന്നത് പോലെ, ഭർത്താവിനെ വിളിക്കുന്നത് പോലെ വിനു എന്നോ അല്ലെങ്കിൽ രാജേഷ് എന്നോ ഒക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടമല്ല അന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ടും ആര്യപുത്ര, ദേവ, അങ്ങ് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ബഹുമാനിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഭർത്താവിന് രാജകൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ താൻ ഭർത്താവിനോടൊപ്പം തന്നെ പോകണമെന്ന ആ ചിന്താഗതി സീതയ്ക്കുണ്ടായി. അപ്പോൾ അങ്ങ് ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചേക്കാം, എങ്കിൽ പിന്നെ ഊർമിളയ്ക്ക് എന്താ ഉണ്ടാകാത്തത്? അതൊരു ചോദ്യമാണ്. പക്ഷെ ഊർമിളയ്ക്ക് ഉണ്ടാകാത്തതിനൊരു കാരണമുണ്ട്. ലക്ഷ്മണൻ അത് ആഗ്രഹിച്ചിരുന്നില്ല. ലക്ഷ്മണൻ്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് തൻ്റെ ജ്യേഷ്ഠനെ സേവിക്കുക എന്നതാണ്. അദ്ദേഹത്തെ അനന്തൻ്റെ അവതാരമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ശ്രീരാമൻ എവിടെ പോയാലും ഇദ്ദേഹത്തിനു കൂടെ പോകണം. ആ സാഹചര്യം അത് സ്വയം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഊർമിള ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങാത്തത്. അതുകൊണ്ട് ഇവർ ഇറങ്ങി പഞ്ചവടിയിൽ വന്നു. അവരവിടെ ഒരു കുടിലൊക്കെ വെച്ച് താമസിക്കുന്നു. ഈ പഞ്ചവടിയിൽ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് രാക്ഷസന്മാരെ കൊല്ലുന്നുണ്ട്, കുടിലൊക്കെ വെച്ച് താമസിക്കുന്നു. ഈ സമയത്താണ് രാവണനൊരു തോന്നലുണ്ടാകുന്നത്. ചിലർക്ക് ഈ മരണം അടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുണ്ടാകും. ആ തോന്നൽ അവരുടെ മരണത്തിന് കാരണമാകും. അല്ലെങ്കിൽ തോന്നലുണ്ടായില്ലെങ്കിൽ തന്നെ തോന്നലുണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രേരക ശക്തി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ അതിനൊരു പ്രേരക ശക്തി ആയതായിരിക്കാം ശൂർപ്പണഖ. ശൂർപ്പണഖയുടെ കാര്യം പിന്നീട് നമുക്കൊരിടത്ത് ചർച്ച ചെയ്യാം. അങ്ങനെ ആ പ്രേരക ശക്തി അവിടെ എത്തിയപ്പോൾ സീതയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, രാവണൻ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, അതിനൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്വർണ്ണരൂപത്തിലുള്ള മാന് ആ വേഷത്തിൽ ഒരു രാക്ഷസൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ത്രീയുടെ മനസ്സ് എവിടെയും എന്തും ആഗ്രഹിക്കും. ഒരു നിമിഷം അവർ ഈ മാനിനെ കണ്ടപ്പോൾ ആഗ്രഹിച്ചു പോയി. കാരണം അവർ കാട്ടിലല്ലേ താമസിക്കുന്നത്. കാട്ടിൽ അനേകം മാനുകളുണ്ട്. അതിൽ നിന്നും സ്വർണം ഉണ്ട്, അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്നല്ല. അവരുടെ കുടിലിൻ്റെ പരിസരത്ത് അനേകം മാനുകളുണ്ട്. ആ മാനിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ മാനും കൂടെ വളരട്ടെ എന്ന് മാത്രമേ അവിടെ സീത വിചാരിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. നമുക്കങ്ങനെയല്ലേ പറയാൻ പറ്റൂ. വിചാരിച്ചിരിക്കാൻ അതിൻ്റെ മൂല്യത്തെ ഓർത്തില്ല.
പക്ഷേ ഇവിടെ നമുക്കിതിന് ആധുനിക കാലത്തുകൂടെ ഒന്ന് കാണണം. ഈ ആധുനിക കാലത്തൂടെ കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ സഹയാത്രിക വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, ചേട്ടൻ സ്ത്രീകളെ ഇങ്ങനെ പറയരുത്, അതിൽ ഞാനും ഉൾപ്പെടുമെന്ന് പറയും. എൻ്റെ മകള് അതേപോലെ ചോദിക്കും. പക്ഷേ ഇന്ന് നമ്മളിതിന് ആധുനിക കാലത്ത് ബന്ധപ്പെടുത്തി പറയുമ്പോൾ സ്ത്രീകൾ എന്തും വിലപിടിപ്പുള്ള വസ്തുക്കൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ വിലപിടിപ്പുള്ള വസ്തുക്കൾ ആഗ്രഹിക്കുകയും അതിന് തൻ്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സീത ഒരു മാനിന് കേവലം ഒരു വളർത്താൻ ഉള്ള ഒരു മോഹം കൊണ്ട് മാത്രമാണ് ഒരു മാനിന് വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചത്. ആ ആഗ്രഹം അവരുടെ ജീവിതത്തിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. അവർക്ക് പല വൈഷമ്യങ്ങൾ. പിന്നീട് ആ ഒരു ഒറ്റ ആഗ്രഹമാണ് സീതയുടെ ജീവിതത്തെ തന്നെ തകിടം മറിച്ച് കളയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീത ജീവിച്ചിരുന്നോ രാമൻ ജീവിച്ചിരുന്നോ എന്നല്ല ഈ സമൂഹം മനസ്സിലാക്കേണ്ടത്. ചില ആഗ്രഹങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. നടക്കാത്ത ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുപോലെ ആധുനിക കാലത്ത് ഈ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഇപ്പോൾ സ്വർണ്ണാഭരണം വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഫ്രിഡ്ജ് പരസ്യത്തിൽ കാണുമ്പോൾ അത് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വന്ന് പറയുകയാണ്, ചേട്ടാ നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് കൊടുത്തിട്ട് വേറൊരു ഫ്രിഡ്ജ് വാങ്ങണം. അതിപ്പോൾ വാങ്ങിയതല്ലേ, അത് കുഴപ്പമില്ല, ഇത് നമുക്ക് വേറെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വില തരുമല്ലോ, നമുക്ക് അവിടെ നിന്ന് വേറെ ഫ്രിഡ്ജ് എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു സാധനമില്ല, പല സാധനങ്ങളും പരസ്യാർത്ഥം അവർ ഇങ്ങനെ മാറ്റി എടുക്കാൻ വേണ്ടി പുരുഷന്മാരെ പ്രേരിപ്പിക്കും. ഇങ്ങനെ പലതും മാറ്റിയെടുക്കുമ്പോൾ ഈ പുരുഷനും കടക്കണിയിലാവുകയാണ്. അതുപോലെ ഇവിടെ രാമൻ, അതെന്തു തന്നെ ആവട്ടെ, രാമനറിയാം ഇതൊരു സംഭവ വികാസമാണ്. രാവണന് ആരിലെത്തണം? ഏറ്റവും വലിയ ശത്രുവായ രാവണനിലെത്തണം. അതായത് ഏറ്റവും വലിയ രാമൻ്റെ ശത്രുവല്ല, ഏറ്റവും വലിയ രാജ്യശത്രുവായ, ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ രാവണനിൽ എത്തിച്ചേരണം. ആ രാവണനിൽ എത്തിച്ചേരാനുള്ള വഴി അദ്ദേഹം കാണുന്നു. ആ വഴിയാണിത്. ഇത് ഈ മാനിനെ കാണുമ്പോൾ സീത പറഞ്ഞോളൂ, ഇത് ആവശ്യപ്പെട്ടിട്ട് തനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അത് അദ്ദേഹത്തിന് അറിയാം. അതനുസരിച്ച് അത് രാമനറിയാം. പക്ഷേ ഈ ഒരു ഒറ്റ സംഭവമാണ് രാമന് വളരെ കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. കാരണം അതാണെങ്കിലും സീതയാണല്ലോ ഇങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നത്. എനിക്കത് വേണം, അത് വേണം, അത് വേണമെന്ന് പ്രേരിപ്പിക്കുകയും അതിൻ്റെ പിന്നാലെ ലക്ഷ്മണന് പോകേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ കഥയിൽ നമ്മൾ ഇത് അന്ന് സംഭവിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും ഇതിൽ നിന്നും ആധുനിക സമൂഹം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മാത്രം: നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒരിക്കലും മോഹിക്കരുത്. അവിടെ ഇപ്പോൾ ഞാൻ പുരുഷന്മാരെ കൂടെ അതിൽ കൂടെ ഉൾപ്പെടുത്താം. പുരുഷൻ ഇങ്ങനെ മോഹിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. ഇവിടെ സീത എന്ന കഥാപാത്രം ആയതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിയത്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ മോഹിക്കാതെ നമുക്ക് പ്രാപ്യമായത് മോഹിക്കാം, അപ്രാപ്യമായ ഒന്നിനെയും മോഹിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കും എന്നാണ് ഇതിനെനിക്ക് പറയാനുള്ള. അപ്പം അങ്ങിപ്പം സൂചിപ്പിച്ചല്ലോ, പുരുഷന്മാരുടെ മോഹം നശിപ്പിക്കുന്നു, അവരെ തന്നെ നശിപ്പിക്കുന്നു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ അല്ലേ രാവണന്റെ മോഹം എന്ന് പറയുന്നത്? തീർച്ചയായും പുരുഷന്റെ ഒരു മോഹമാണ്. അയാൾ ഒരു നിമിഷം സീതയെ മോഹിച്ചു. അന്യ പുരുഷന്റെ ഭാര്യയെ മോഹിച്ചപ്പോൾ എത്ര വലിയ രാജധാനിയാണ് അയാൾക്ക് നഷ്ടപ്പെട്ടത്, എത്ര വലിയ സ്വത്തുക്കളാണ്. അയാൾ ജീവിച്ചിരിക്കെ തന്നെ അയാളുടെ മകൻ അയാൾ കാരണം കൊല്ലപ്പെടുന്നു. അതാ എൻ്റെ പ്രത്യേകത. ഒരാൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ മകൻ മരിക്കാം, അത് മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. പക്ഷേ ഇത് അയാൾ കാരണം, അതായത് ജനിപ്പിച്ച വ്യക്തി കാരണം സംരക്ഷിച്ച് മകൻ മരിക്കപ്പെടുന്നു. അത് തന്നെ ഏറ്റവും വലിയൊരു ആഘാതമാണ്. അയാൾക്ക് അനുജന്മാരുണ്ട്, അനുജന്മാരോട് വലിയ സ്നേഹമാണ്, അവർ കൊല്ലപ്പെടുന്നു. സഹോദരിയുടെ രൂപം വിരൂപമായി തീരുന്നു. ഇത് എല്ലാം തന്നെ പുരുഷനും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തിരുത്താം. അങ്ങ് പറഞ്ഞതുപോലെ പുരുഷനും സ്ത്രീയും അപ്രാപ്യമായ ഒന്നിനെയും ആഗ്രഹിക്കാതിരുന്നാൽ അവരുടെ ജീവിതം സഫലമായി തീരും. ജി, അങ്ങ് നമ്മളിപ്പം പറഞ്ഞ സ്വർണ്ണമാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതൂടെ ചോദിക്കുകയാണേ. അതായത്
അപ്പം ശ്രീരാമചന്ദ്രൻ മാനിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അങ്ങനെ പോകുന്നതിന് മുന്നേ കാടായതുകൊണ്ട് സീതാദേവിക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രൻ കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു നിലവിളി ശബ്ദം കേൾക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ ശബ്ദത്തിൽ എന്നെ രക്ഷിക്കൂ എന്നുള്ള രീതിയിൽ, ലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സീതാദേവി ഇത് കേട്ടിട്ട് ഭയം വരികയാണ് സീതാദേവിക്ക്. എന്നിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, കേൾക്കുന്നില്ലേ, ശ്രീരാമചന്ദ്രനെ രക്ഷിക്കാൻ പോകൂ, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ലക്ഷ്മണനെ അറിയാം ശ്രീരാമചന്ദ്രനല്ല ആ വിളിക്കുന്നത് എന്നുള്ളത്. കാരണം ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണന് ബോധ്യമുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ ആ ശക്തിയിൽ. എന്നാൽ സീതാദേവിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എൻ്റെ ഭർത്താവിനൊരു അപകടം വന്നു എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പം ലക്ഷ്മണൻ ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ട് സീതാദേവിക്ക് സംരക്ഷണമായിട്ട് ലക്ഷ്മണരേഖ വരച്ചിട്ട് പോവുകയാണ്. ശ്രീരാമചന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു സാഹചര്യം സീതാദേവിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം തോന്നി? അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് എൻ്റെ അഭിപ്രായം പറയാം. ഇവിടെ താങ്കൾ ലക്ഷ്മണരേഖ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അത് പിന്നെ ചർച്ച ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ ഈ ഉത്തരമായിട്ട് തന്നെ ഇവിടെ നമ്മൾ സീതയെ കാണുക. സീത നിലവിൽ മോഹവലയത്തിനുള്ളിലാണ്. ഏത് മോഹമാണ്? നേരത്തെ ഒരു മാനിനെ കണ്ടു, അതിനെ മോഹിച്ചു, അത് വേണം. ഇപ്പം നമ്മളുടെ ശരീരത്തിന് എത്ര ശക്തിയും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് അത് നമ്മുടെ ബുദ്ധിയെ തിന്നുകളയും. അതായത് ഇപ്പോൾ ക്രോധം എന്നൊരവസ്ഥ വന്നു. ക്രോധം വരുമ്പോൾ ക്രോധത്തിൻ്റെ ആഹാരമാണ് ബുദ്ധി. ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി അനങ്ങില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ കാണുന്നില്ലേ, കുട്ടികൾ തന്നെ, ആധുനിക കാലത്ത് യുവാക്കൾ തന്നെ അച്ഛനോട് കയർത്ത് സംസാരിക്കുന്നു. അവിടെ എന്താ, ഈ കുട്ടിക്ക് അച്ഛനാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, അവന് ക്രോധം വന്നു. ക്രോധം വന്നപ്പോൾ അവൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. അവിടെ എങ്ങനെ പോയി? അതുപോലെ തന്നെ മോഹം വരുമ്പോഴും മോഹത്തിൻ്റെ ആഹാരവും ഈ ബുദ്ധിയാണ്. അതുപോലെ തന്നെ കാമം വരുമ്പോഴും കാമത്തിൻ്റെ ആഹാരവും ബുദ്ധിയാണ്. കാമം വരുന്ന സമയത്ത് ബുദ്ധി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത സൃഷ്ടി നടക്കില്ല. അപ്പോൾ കാമം വരുന്ന സമയത്തും എന്ത് ചെയ്യും? നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കില്ല. അപ്പോൾ സീതയുടെ ബുദ്ധി നിലവിൽ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? മോഹം. ഈ മോഹം സീതയുടെ ബുദ്ധിയെ തിന്നു കഴിഞ്ഞു. ഇങ്ങനെ തിന്നപ്പോൾ സീതയ്ക്ക് ഈ സീത ഇനി അവതാരം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാം. രാമായണത്തിൽ, അതായത് യഥാർത്ഥ രാമായണത്തിൽ, ഇന്ന് ലഭ്യമായ രാമായണത്തിൽ അവതാര കഥകളെ തള്ളിക്കളയുകയാണ്. ആ രാമായണത്തിൽ രാമനെ അങ്ങ് ഇപ്പോൾ ഹനുമാൻ ഒരിക്കൽ രാമനോട് പറയുന്നു, അങ്ങ് എൻ്റെ തോളത്തിരിക്കുക. ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്രകാരമാണോ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്ത് ഇരുന്ന് സഞ്ചരിക്കുന്നത്, അതുപോലെ അങ്ങ് എൻ്റെ തോളത്തിരുന്ന് സഞ്ചരിക്കുക. അപ്പോൾ അവിടെ മഹാവിഷ്ണുവിനോട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ഇദ്ദേഹത്തെ അങ്ങോട്ടൊന്ന് ആരോപിച്ചതാണ്. ഇങ്ങനെയുള്ള ആരോപണം ഏതാണ്ട് 18-19 പ്രാവശ്യം ഈ രാമായണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്നു. അതുപോലെ തന്നെ ചില സമയത്ത് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സമയത്തിനുള്ളിൽ തീരില്ല. അതുപോലെ തന്നെ മൊത്തം ആ രാമായണത്തിനുള്ളിൽ 77 പ്രാവശ്യം രാമനെ ദേവേന്ദ്രനോട് ഉപമിക്കുകയാണ്. ദേവേന്ദ്രനെ പോലെ. എന്തായാലും പിൽക്കാലത്ത് ഹിന്ദു മതത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേദകാലഘട്ടത്ത് നോക്കുമ്പോൾ അന്ന് മഹാവിഷ്ണുവിനേക്കാൾ പ്രചാരം ഉണ്ടായിരുന്ന ഒരു ദേവനാണ് ഇന്ദ്രൻ.
ആ കാലഘട്ടം ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് വിഷ്ണുവിന് പ്രാധാന്യം കൂടിയത്. അപ്പം വിഷ്ണുവിന് പ്രാധാന്യം കൂടിയപ്പോഴാണ് ഈ രാമനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കിയത് എന്നാണ്. ഈ അവതാര കഥകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലതിൽ 4 അവതാരങ്ങളെ കാണും, ചിലയിടത്ത് ദശാവതാരമെന്ന് കാണും. അത് കഴിഞ്ഞിട്ട് 24 അവതാരമുണ്ട്, 22 അവതാരമുണ്ട്. നമ്മൾ പുരാണങ്ങളിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അവതാരങ്ങളുടെ എണ്ണം കൂടെയാണ്. പിന്നെ ഇതല്ലാതെ അംശാവതാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി ഏതിനെയും വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് കാണുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എന്തിന് നമ്മുടെ ശങ്കരാചാര്യരെ പോലും ഈ അടുത്ത കാലത്തായിട്ട് അല്ലേ 10,000 വർഷങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ശങ്കരാചാര്യരെ പോലും ഭഗവാൻ ശിവന്റെ അവതാരമായി കാണുന്ന ആൾക്കാരുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ സീതയ്ക്ക് മോഹവലയത്തിനുള്ളിലാണ്. ഈ മോഹവലയത്തിനുള്ളിൽ അകപ്പെട്ടത് കൊണ്ടാണ് നേരെ മാന് വേണമെന്ന് പറയുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ മാരീചൻ രാമൻ്റെ ശബ്ദത്തിൽ വിളിക്കുകയാണ്, അയ്യോ ലക്ഷ്മണ എന്നെ രക്ഷിക്കണേ എന്ന് പറയുകയാണ്. അപ്പോൾ സീത രാമനെ രക്ഷിക്കാൻ വേണ്ടി അനുജനോട് പറയുകയാണ്. അതിന് ശരിക്കും വഴക്കൊക്കെ പറയുന്നുണ്ട്. ആ വഴക്ക് പല രാമായണങ്ങളിൽ പല രീതിയിലാണ്. എന്നുവെച്ചാൽ നീ എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ആ എല്ലാ ഇതും നമ്മളിവിടെ പറയണ്ട. ഇവിടെയും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെയും മോഹമാണ്. അവിടെ അത് എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം നഷ്ടപ്പെടുമോ, അദ്ദേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയായിത്തീരും എന്നൊക്കെയാണ് സീത അവിടെയും മോഹിക്കുന്നത്. അപ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോഴാണ് ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ട് പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ആ ലക്ഷ്മണരേഖ എവിടെ നിൽക്കട്ടെ, നമ്മുടെ ലക്ഷ്മണൻ രാമനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നു. ഈ പോകുന്ന സമയത്ത് കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് രാമായണത്തിൽ പറയുന്നത് ദിക്പാലകന്മാരെ സീതയെ ഏൽപ്പിക്കുന്നു. ദിക്പാലകന്മാർ, പിന്നെ വനദേവതകളുണ്ട്. വനദേവതകളെയും വിളിച്ച് പറയുന്നുണ്ട്, സീത എവിടെയുണ്ട്, സീതയെ സംരക്ഷിക്കണം. ദിക്പാലകന്മാരോട് പറയുന്നു. അവരെല്ലാം സംരക്ഷിച്ച് കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നത്. എന്നാൽ ചില പുസ്തകങ്ങളിൽ ഒരു ലക്ഷ്മണ രേഖ പറയുന്നുണ്ട്. ലക്ഷ്മണൻ ഒരു രേഖ വരച്ചു. അത് കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ പ്രഭാഷണത്തിൻ്റെ ഉച്ചയ്ക്ക് ശേഷം രാമായണ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുത്തരം പറയാൻ ഒരു രാമായണ വിദഗ്ധനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഓഡിയൻസാണ്. അപ്പോൾ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു ചോദിച്ചത്, എണീറ്റെന്ന് ചോദിച്ചു, സാർ എനിക്കൊരു സംശയമുണ്ട്. ആദ്യത്തെ ചോദ്യം അതായിരുന്നു, എനിക്കൊരു സംശയമുണ്ട്. രാമായണത്തിൽ, അതായത് വാൽമീകി രാമായണത്തിൽ ലക്ഷ്മണരേഖയില്ല, അധ്യാത്മരാമായണത്തിൽ ലക്ഷ്മണരേഖയില്ല, തുളസീദാസിൻ്റെ രാമചരിതമാനസത്തിൽ ലക്ഷ്മണരേഖയില്ല, പിന്നെ എവിടെയാണ് ലക്ഷ്മണരേഖ പറയുന്നത് എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നുവെങ്കിലും ഈ ചോദ്യകർത്താവ് തന്നെ അവകാശപ്പെട്ടു രാമചരിതമാനസിൽ ലക്ഷ്മണരേഖയില്ല എന്ന് ചോദ്യകർത്താവ് തന്നെ അവകാശപ്പെട്ടപ്പോൾ ഞാനൊരു നിമിഷം പതറിപ്പോയി. കാര്യം ഉത്തരം പറയേണ്ട ചുമതല എനിക്കില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ലക്ഷ്മണരേഖയുള്ള രാമായണങ്ങളുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഒരു 2-3 പേര് അവിടെ വെച്ച് ഓർമ്മ വന്നു. പക്ഷെ ചോദ്യകർത്താവ് പറയുകയാണ് രാമചരിതമാനസത്തിൽ ലക്ഷ്മണരേഖയില്ല. പെട്ടെന്ന് രാമചരിതമാനസ് ക്ലാസ്സിലിരുന്ന് പഠിച്ചപ്പോൾ ആ ടീച്ചർ, എന്നെ പഠിപ്പിച്ച ടീച്ചർ, അവരുടെ പേര് ഡോക്ടർ വിദ്യാവതിയാണ്. ഡോക്ടർ വിദ്യാവതി എന്നെ രാമചരിതമാനസ് പഠിപ്പിച്ചപ്പോൾ അവിടെ ലക്ഷ്മണരേഖയെക്കുറിച്ച് ചർച്ച ചെയ്ത കാര്യം നല്ലൊരു ചർച്ചയാണ്. ടീച്ചർ 1 മണിക്കൂർ നീണ്ടു നിന്ന ചർച്ചയാണ് ലക്ഷ്മണരേഖയിലൂടെ നടത്തിയത്.
ആ രേഖകളിൽ നിന്നും അന്ന് ആ മാഡം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിലെ പെൺകുട്ടികളോടാണ് പറഞ്ഞത്, നിങ്ങളുടെ അത് അവരുടെ അന്നത്തെ കാഴ്ചപ്പാട്, 31 വർഷത്തിൻ്റെ അപ്പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ പറയുന്നത് കഴിയുന്നത്ര അനുസരിക്കണം. ആ അനുസരിക്കാൻ വേണ്ടിയുള്ള ഒരു താക്കീതാണ് ലക്ഷ്മണ രേഖയെന്ന് പറഞ്ഞിട്ടാണ് ആ ക്ലാസ് ആ മേഡം അവസാനിപ്പിക്കുന്നത്. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അത്ര എഫക്റ്റീവായിരുന്നു ആ ക്ലാസ്സുകൾ. അതായത് ഉത്തരേന്ത്യയിൽ രാമായണത്തെക്കുറിച്ച് ആര് ക്ലാസ് എടുത്താലും എഫക്റ്റീവായിരിക്കും. നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയിൽ പിടിച്ച് രാമായണത്തിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞ് കൊണ്ടെടുത്താലും നമ്മൾ ഇങ്ങനെ ഇരുന്നു പോകും, ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ഐഡിയകളൊക്കെ കിട്ടുന്നതെന്ന്. അപ്പോൾ ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ ഇതൊരു ടീച്ചറാണെന്ന് തോന്നുന്നു, ഹിന്ദി ടീച്ചറാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ രാമചരിത മാനസും കൂടെ അവിടെ എടുത്തിട്ടത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ആശയങ്ങൾ അവിടെ വെച്ച് പെട്ടെന്ന് അങ്ങ് നിന്നുപോയി. കാര്യം എന്തുകൊണ്ട് രാമചരിത മാനസിലില്ല എന്ന് പറയുന്നു? ഒരു രാമചരിത മാനസിൻ്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ ടീച്ചറോട് അപ്പം തർക്കിക്കുമായിരുന്നു. വീട്ടിൽ വന്ന് ഞാൻ രാമചരിത മാനസ് പെട്ടെന്ന് എടുത്തു നോക്കി. അപ്പോൾ അതിൽ 6-ാമത്തെ കാണ്ഡം ലങ്കാകാണ്ഡത്തിൽ കൃത്യമായിട്ട് ലക്ഷ്മണ രേഖയെക്കുറിച്ച് മണ്ഡോദരി പറയുന്നുണ്ട്. മണ്ഡോദരി പറയുന്ന അതിൻ്റെ സാരാംശം ഞാൻ പറയാം. അല്ലയോ എൻ്റെ ആര്യപുത്ര, അതായത് ആരെ സംബോധന ചെയ്തുകൊണ്ട് തൻ്റെ ഭർത്താവായ മണ്ഡോദരി തൻ്റെ ഭർത്താവായ രാവണനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, അങ്ങേക്ക് ആ ലക്ഷ്മണ രേഖ ഒന്നും മുറിച്ച് അകത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതായത് ശ്രീരാമൻ്റെ അനുജൻ വരച്ച രേഖ മുറിച്ച് അകത്ത് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള അങ്ങ് എങ്ങനെയാണ് ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ പോവുക എന്നൊരു ചോദ്യം അവിടെ, ചോദ്യമല്ല എന്നവർ കൃത്യമായിട്ടും പറയുന്നുണ്ട്. എനിക്ക് പിന്നീടാണ് അക്കാര്യം വീട്ടിൽ വന്ന് ഞാനടുത്ത് നോക്കിയാണോ അത് ഉറപ്പുവരുത്തിയത്. അപ്പോൾ ഇവിടെ സീതയുടെ ആയിട്ട് ബന്ധപ്പെടുത്തി ആ ലക്ഷ്മണ രേഖയും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങ് പറഞ്ഞതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സീത ഇപ്പോൾ എവിടെയാണ്? മോഹവലയത്തിനുള്ളിലാണ്. അതുകൊണ്ട് സീതാദേവിയുടെ ബുദ്ധി ഒട്ടും തന്നെ പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ്. ഈ ലക്ഷ്മണ രേഖയെന്ന് പറയുന്നത് പിൽക്കാല രാമായണങ്ങളിലും നാടോടി കഥകളിലൂടെ വികസിച്ച ഒരു കാര്യമാണ്. ഈ ഞാൻ പറഞ്ഞ നമ്മുടെ രാമചരിത മാനസം പോലും 15-16 നൂറ്റാണ്ടിലുണ്ടാകുന്ന രചനയാണ്. അപ്പോൾ ഇന്നേ മുതൽക്ക് ഒരു 500 വർഷത്തിന് അപ്പുറത്തുണ്ടാകുന്ന രചനയാണ് അത് പിൽക്കാലം ഒരു 1400-നിപ്പുറമാണ് നമ്മുടെ രാമായണത്തിൽ ലക്ഷ്മണ രേഖ ഉണ്ടാകുന്നത്. അതായത് ലക്ഷ്മണൻ ഒരു രേഖ 7 രേഖ വരച്ചുവെന്നും 3 രേഖ വരച്ചുവെന്നും കുടിലിന് ചുറ്റും രേഖ വരച്ചുവെന്നും 7 രേഖ വരച്ചുവെന്നും മുൻവശത്ത് മാത്രം രേഖ വരച്ചുവെന്നും പല രാമായണത്തിൽ പല രീതിയിലാണ്. ഇങ്ങനെ പറയുമ്പോൾ, അതായത് അധികം ശകാരിക്കുമ്പോൾ ഞാൻ രാമനെ പോകാം, അദ്ദേഹത്തിന് യാതൊരു അപകടവും വരില്ല, എന്നാലും ജ്യേഷ്ഠത്തി പറഞ്ഞതുകൊണ്ട് ഞാൻ രാമൻ്റെ അടുത്തേക്ക് പോകാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം. ഞാനൊരു രേഖ വരയ്ക്കുന്നുണ്ട്. ഈ രേഖ കടന്ന് പോകരുത് ആര് വന്നാലും. ഇനി ചിലതിൽ പറയുന്നുണ്ട് കുറച്ച് കടുകുമണി കൊടുത്തിട്ട് പോയി എന്നാണ്. ചില രാമായണത്തിൽ കടുകുമണി കൊടുത്തിട്ട് പോയി എന്നാണ്. ആരെങ്കിലും വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ ജ്യേഷ്ഠത്തി ഒരു കടുകെടുത്ത് അയാളുടെ ശരീരത്തിലേക്ക് ഇടണം. അപ്പോൾ അയാൾ 1 മണിക്കൂർ മയങ്ങിക്കിടക്കും. ഉണരുമ്പോൾ ഒന്നും കൂടെ എടുത്തിടണം. അപ്പോൾ എന്തു ചെയ്യും? വീണ്ടും 1 മണിക്കൂർ കൂടെ ആവും. അപ്പോൾ ഇങ്ങനെ 4-5 പ്രാവശ്യമായപ്പോൾ അവസാനം രാവണൻ പറഞ്ഞു അത്രേ, നീ ഒരു കാര്യം ചെയ്യ്, ആ എല്ലാ കടുകും കൂടെ എൻ്റെ പുറത്ത് ഒരുമിച്ചിട്ടേരാ, അപ്പം ഞാനങ്ങ് ചത്തുപോകുമല്ലോ. അങ്ങനെ എല്ലാ കടുകും ഒരുമിച്ചെടുത്ത് എറിഞ്ഞുവെന്നും രാവണൻ അവിടെ ഭസ്മമായെന്നും, പക്ഷേ ഭസ്മമായതിൻ്റെ തൊട്ട് പിന്നാലെ ആ ഭസ്മത്തിൽ നിന്ന് തന്നെ ഉണർന്നു വന്നുവെന്നും സീതയെ കൊണ്ടുപോയിന്നും ഒരു രാമായണം. ഇതിൽ ഈ രേഖ വരച്ചിട്ട് ലക്ഷ്മണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രേഖയ്ക്ക് പുറത്തേക്ക് വരരുത് ആര് വന്നാലും. ഈ രേഖയ്ക്ക് അകത്തേക്ക് ആര് വന്നാലും കയറാനും കഴിയില്ല. അത് ഈ പറയുന്ന ഈ ലക്ഷ്മണ രേഖയെക്കുറിച്ച് പറയുന്ന എല്ലാ കൃതികളിലും പറയുന്നുണ്ട്. നമ്മുടെ രാവണൻ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടെ അഗ്നിയാണ്. അഗ്നി കൊണ്ട് കയറാൻ പറ്റിയില്ല. ഈ ദാനവസ്തു ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും രാവണൻ കുറച്ചുകൂടെ പുറകിലോട്ട് വന്നു. അപ്പോൾ ആദ്യമായിട്ട്
അവരുടെ സീതാദേവിയുടെ കൈ വരയ്ക്ക് പുറത്തു വന്നു. അതിലാണ് ആദ്യത്തെ പിടുത്തം കിട്ടിയത്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാം. അപ്പോൾ ഈ ലക്ഷ്മണ രേഖ എവിടെയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ട്. രാമൻ പോകുമ്പോൾ സീതയെ ലക്ഷ്മണൻ്റെയും ജടായുവിൻ്റെയും സംരക്ഷണയിലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അറിയാവുന്നുള്ള ജടായു, വഴി തടഞ്ഞ ഒരു ജടായു, ആ ജടായുവിൻ്റെ സംരക്ഷണയിലാക്കിയിട്ട് പോയി എന്നാണ് മറ്റൊരു രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്ന കാര്യം, ഒരു മൂല കഥ അതിങ്ങനെ വിഘടിച്ച് എത്രത്തോളം വികൃതമായി അതിൻ്റെ മൂലഭാവത്തിൽ നിന്നും കഥയെല്ലാം പോയി കഴിഞ്ഞു ആധുനിക കാലം എത്തുമ്പോഴത്തേക്കും. നമുക്ക് ഈ രാമായണം ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അവിടെ കിഴക്കേ തുർക്കിസ്ഥാനിൽ ഒരു ഖോത്താരി രാമായണമുണ്ട്, അതിൽ ലക്ഷ്മണ രേഖയുണ്ട്. ഇനി ഇന്തോനേഷ്യയിലെ സേരിനാമ എന്ന് പറയുന്ന ഒരു രാമായണമുണ്ട്, അതിലും ലക്ഷ്മണ രേഖയുണ്ട്. ഇനി ഹികായത്ത് മഹാരാജ രാവണം എന്ന് പറയുന്ന രാമായണത്തിലും ലക്ഷ്മണ രേഖയുണ്ട്. സയാമി, ബർമ്മ എന്നിവിടങ്ങളിലുള്ള രാമകഥയിൽ ലക്ഷ്മണ രേഖയുണ്ട്. അവിടെ 3 വരകളാണ് പറയുന്നത്, 7 വരകൾ പറയുന്നില്ല, 3 വരകളാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ തന്നെ മധുസൂദനൻ എഴുതിയ, അതായത് ഭാരതത്തിൽ തന്നെ മധുസൂദനൻ എഴുതിയ ഒരു മഹാനാടകം, രാമായണത്തെക്കുറിച്ചുള്ളൊരു മഹാനാടകം, അതിൽ ലക്ഷ്മണ രേഖയുണ്ട്. കൃത്തിവാസ രാമായണം, ബംഗാളി ഭാഷയിലാണ് കൃത്തിവാസ രാമായണം, അതിൽ രാമായണ രേഖയുണ്ട്. പിന്നെ ആനന്ദ രാമായണത്തിലുണ്ട്, മറാഠി രാമായണ ഏകനാഥൻ, അതായത് ഭാവാർത്ഥ രാമായണം എന്ന് പറയും, അതിലുണ്ട്. ആസാമി എന്ന് പറയുന്നത് തെറ്റാണ്, അസാമിയ, ആസാമല്ല അസം, സംസ്ഥാനത്തിൻ്റെ പേര് അസമാണ്. കേരളത്തിൽ മാത്രമാണ് ആസാം എന്ന് പറയുന്നത്. ഉയർന്നതും താഴ്ന്നതുമായ ഭൂമി, നിമ്നോന്നത ഭൂമി, സമമല്ലാത്ത ഭൂമി, അതാണ് അസം എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും പേര്, മിക്കവാറുമുള്ള പേരുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ചാണ് ഇട്ടിരിക്കുന്നത്. മേഘാലയ, മേഘങ്ങളുടെ ആലയം, അവിടെ അതുകൊണ്ടാണ് മേഘാലയയിൽ എപ്പോഴും മഴയുള്ളത്. അരുണാചൽ പ്രദേശ്, അരുണൻ അചലമായിട്ട് നിൽക്കുന്ന പ്രദേശം. ഇന്ത്യക്കകത്ത് എപ്പോഴും ഏതാണ്ട് പ്രകാശമുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇരുട്ട് അവിടെ വളരെ കുറവാണ്, എന്നുവെച്ചാൽ സൂര്യോദയം നേരത്തെ എത്തുന്ന ഒരു പ്രദേശമാണ്. ഇങ്ങനെ അസമിയ അതിലെ ഗീതി രാമായണത്തിൽ, പിന്നെ നമ്മുടെ ഹിന്ദി സാഹിത്യത്തിലെ രാമചന്ദ്രിക, ഹിന്ദി സാഹിത്യത്തിലെ ഈ രാമചരിത മാനസ്, തുളസീദാസ് എഴുതിയ രാമചരിത മാനസിനോട് കിടപിടിക്കാൻ വേണ്ടി ആചാര്യ കേശവദാസ് എന്ന് പറയുന്ന ഒരു മഹാകവി രീതികാലത്തിലൊരു രാമായണം എഴുതി. ആ രാമായണമാണ് രാമചന്ദ്രിക. ആ രാമചന്ദ്രികയിലുണ്ട്. ഇനി ഒറിയയിലെ മഹാഭാരത കഥയിൽ, ഒറിയയിൽ രാമായണം കുറവാണ്, രാമായണ കഥ ഇത്തിരി കുറവാണ്, നേരത്തെ എഴുതിയിട്ടുണ്ട്, അത് ലഭ്യമല്ല ഒറിയ ഭാഷയിൽ. അവിടെയുള്ള എഴുതിയ അവിടെ ഒരു മഹാഭാരതമുണ്ട്. ആ മഹാഭാരതത്തിനുള്ളിൽ രാമകഥയുണ്ട്. മഹാഭാരതത്തിലും രാമായണമുണ്ട്, രാമകഥയുണ്ട്. അതിൽ 3 രേഖകൾ പറയുന്നുണ്ട്. പക്ഷെ ആ 3 രേഖകളെ അതിൽ ത്രിമൂർത്തികളായിട്ടാണ് കാണുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായിട്ടാണ് അതിൽ കാണുന്നത്. ഇങ്ങനെ ഇത്രയും രാമായണങ്ങളിൽ ഈ ലക്ഷ്മണ രേഖ കാണും. ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കും. രാമായണത്തെക്കുറിച്ച് ഞാൻ വായിച്ച അറിവുകൾ ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് മുന്നിൽ കാഴ്ചവെച്ചു. സാധ്യതയുണ്ട് ശ്രോതാക്കളുടെ പവിത്രമായ മനസ്സിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ തകിടം മറിച്ചു എന്ന് ഞാൻ ചിന്തിച്ചാൽ ഇല്ല എന്ന് ശ്രോതാക്കൾക്ക് പറയാൻ കഴിയുമോ? ഞാനിവിടെ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, രാമകഥ, ആ രാമകഥയുടെ
പൊരുള്. രാമകഥ ഇന്നത്തെ സമൂഹത്തിന് ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്തണം? വെറുതെ രാമായണ മാസം ആചരിച്ച് ആ രാമായണ മാസത്തിലെ രാമായണ കൃതി പാരായണം ചെയ്ത് സെറ്റ് മുണ്ടെടുത്ത്, അല്ലെങ്കിൽ പുരുഷന്മാർ മുണ്ടെടുത്ത് നേരിയതിട്ട് രാമക്ഷേത്ര ദർശനം നടത്തി, നാലമ്പല ദർശനം നടത്തി, ബാഹ്യമായി രാമായണ ഭക്തനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയതുകൊണ്ട് ഒരു കാര്യവും ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിലെ സംഭവിക്കുന്നില്ല. രാമായണത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ രാമനും വാൽമീകിയും സീതയും ഊർമിളയും ലക്ഷ്മണനും എല്ലാവരും അവരുടെ എല്ലാവരുടെയും കടാക്ഷം നമ്മളിൽ ഉണ്ടാകും. അപ്രകാരം ചെയ്യുന്നതിന് ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് മനസ്സുണ്ടാകണം. ഈ സത്സംഗം ഇവിടെ അവസാനിക്കുന്നില്ല. മലയാളത്തിലെ രാമായണത്തെക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അധ്യാത്മ രാമായണത്തെക്കുറിച്ച് 2 വാക്ക് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് മലയാളികളുടെ മനസ്സിനെ വേദനിപ്പിക്കും എന്നുള്ള കാര്യവും എനിക്കറിയാം. പിന്നെ രാമായണത്തെക്കുറിച്ച് അനേക സംശയങ്ങൾ ശ്രോതാക്കളുടെ മനസ്സിലുണ്ടാകും. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ? അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാകും. അത്തരത്തിൽ ഉള്ള സംശയങ്ങൾക്ക് മറുപടിയുമായി മറ്റൊരു സത്സംഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.